സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പത്രോസിന്റെ ലേഖനത്തിൽ നിന്നാണ്. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെയുള്ള ഭാഗമാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പത്രോസിന്റെ ലേഖനം വിശുദ്ധീകരണത്തെ സംബന്ധിക്കുന്ന ഒരു ലേഖനമാണ്. പത്രോസിന്റെ ലേഖനം മാത്രമല്ല, എഫേസ്യ ലേഖനം 3:16 മുതൽ യൂദായുടെ ലേഖനം വരെയുള്ള എല്ലാ അപ്പോസ്തലിക എഴുത്തുകളും നമ്മുടെ വിശുദ്ധീകരണത്തെ സംബന്ധിക്കുന്നു. റോമാലേഖനം, ഗലാത്യ ലേഖനമൊക്കെ നമുക്കറിയാതെ ആദ്യ ലേഖനങ്ങൾ നീതീകരണത്തെ കുറിച്ചുള്ളത്. എന്നാൽ എഫേസ്യ ലേഖനം കഴിഞ്ഞുള്ള ലേഖനങ്ങൾ നമ്മുടെ വിശുദ്ധീകരണത്തെ സംബന്ധിക്കുന്നു. പത്രോസിന്റെ ലേഖനം വിശുദ്ധീകരണത്തെ വിശദീകരിക്കുന്ന ഒരു ലേഖനമാണ്. എന്താണ് വിശുദ്ധീകരണത്തിന്റെ പ്രോസസ്സ് എന്നാണ് പത്രോസിന്റെ 2-ാം ലേഖനം നമ്മളെ പഠിപ്പിക്കുന്ന ആദ്യത്തെ അധ്യായം. എന്തിനാണ് വിശുദ്ധീകരണം എന്നുള്ളതിന്റെ മറുപടി നമ്മൾ റോമാലേഖനത്തിൽ നിന്ന് തുടങ്ങേണ്ടതാണ്. റോമാലേഖനം 1:6 പറയുന്നു, വിശ്വാസത്തിനനുസരണം വരേണ്ടതിനാണ്, സകല ജാതികളിലും വിശ്വാസത്തിനനുസരണം വരേണ്ടതിനാണ് ഞാൻ കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചതെന്ന് പൗലോസ് പറയുന്നു. നമുക്കുള്ള അതിവിശുദ്ധ വിശ്വാസം അനുസരണമായി മാറുക എന്നുള്ളതാണ് അപ്പോസ്തലികമായ എഴുത്തുകളുടെ എല്ലാ ഉദ്ദേശം. തുടങ്ങുന്ന അവിടെയാണ്. അനുസരണം ഉണ്ടാകണം, വിശ്വാസത്തിന് അനുസരണം ഉണ്ടാകണം. അതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? അതാണ് അപ്പോസ്തലിക ഉപദേശത്തിന്റെ ക്രക്സ്. അത് പത്രോസിന്റെ ലേഖനം വരുമ്പോഴേക്കും ആ അനുസരണം വിശ്വാസത്തെ വിശുദ്ധീകരണത്തിലൂടെയാണ് അനുസരണത്തിലേക്ക് എത്തിക്കുന്നത്. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ ആ പത്രോസിന്റെ ലേഖനത്തിന്റെ മുഴുവൻ ഒരു പ്രിയാമ്പിൾ നമുക്ക് ലഭിക്കും. 1 പത്രോസ് 1-ാം അധ്യായം 2-ാം വാക്യം, ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാൻ. അപ്പൊ അനുസരണം വരുന്നത് വിശ്വാസത്തിലൂടെ വിശുദ്ധീകരണം പ്രാപിച്ച്, വിശുദ്ധീകരണത്തിൽ നിന്നാണ് അനുസരണം ഉണ്ടാകുന്നത്. നമ്മൾ തിരിച്ചാണ് ചിന്തിക്കുന്നത്. അനുസരിച്ച് വിശുദ്ധരാകുന്നത് നാം മനുഷ്യർക്കറിയുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന സൽപ്രവൃത്തികൾ ചെയ്താണ് നമ്മൾ വിശുദ്ധരാകുന്നതെന്നാണ്. അങ്ങനെയല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. നമ്മൾ വിശുദ്ധരായാണ് സൽപ്രവൃത്തി ചെയ്യുന്നത്. കാരണം വിശുദ്ധർക്ക് മാത്രം ചെയ്യാവുന്ന രീതിയിലാണ് പുതിയ നിയമത്തിന്റെ സൽപ്രവൃത്തികളെ ദൈവം വെച്ചിരിക്കുന്നത്. അത് മാനുഷികമോ ജഡീകമോ അല്ല, ദൈവത്തിന്റെ നീതിയാണ്. ആ ദൈവത്തിന്റെ നീതി നമ്മുടെ ജീവനിൽ വെളിപ്പെടണമെങ്കിൽ നമ്മൾ വിശുദ്ധരായെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. നമ്മുടെ വിശുദ്ധീകരണം ക്രിസ്തുവാണ്. ഇത് വളരെ ബൃഹത്തായ ഒരു അപ്പോസ്തലിക ഉപദേശത്തിന്റെ അവസാന ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഇതൊരു വലിയ പഠനത്തിന്റെ അവസാന ഭാഗം. അപ്പോൾ അത്രയൊക്കെ പറയാതെയാണ് ഇത് പറയുന്നത്. ഇത് ചുരുക്കി ഞാൻ പറഞ്ഞതാണ്. അപ്പോസ്തലിക ഉപദേശം ആരംഭിക്കുന്നത് നമുക്കറിയാം 7 അടിസ്ഥാന ഉപദേശങ്ങളെന്ന് പെന്തക്കോസ്തുകാർ വിളിക്കുന്ന 8 അടിസ്ഥാന ഉപദേശങ്ങൾ. അതിൽ 5-ാമത്തേത് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, മാനസാന്തരപ്പെട്ട്, സ്നാനപ്പെട്ട്, ആത്മാവിനെ പ്രാപിച്ച്, വേർപെട്ട്. അടുത്തത് അപ്പൊ സഭയായി. അത്രയായപ്പോ സഭയായി. മാനസാന്തരപ്പെട്ട്, സ്നാനപ്പെട്ട്, ആത്മാവിനെ പ്രാപിച്ച്, വേർപെട്ടപ്പോൾ സഭയായി. അടുത്തത് സഭയുടെ പണി എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക. അത് നമ്മുടെ പാസ്റ്റർമാരുടെ പ്രസംഗം കേൾക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞേക്കുന്നത്. അപ്പോസ്തലന്മാർ നമ്മളെ പഠിപ്പിച്ച ഉപദേശങ്ങൾ പഠിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അന്ന് സഭയെ പഠിപ്പിച്ചിരുന്ന അപ്പോസ്തലന്മാരാണ്. അപ്പൊ അപ്പോസ്തലന്മാർ എന്ത് പഠിപ്പിച്ചു, പ്രവാചകന്മാർ എന്ത് അടിസ്ഥാനമിട്ടു, ഇത് ആണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ആ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതാണ് എല്ലാ സഭകളും പഠിക്കേണ്ട ഫൗണ്ടേഷൻ. ഇത് വീണ്ടും ജനിച്ച വേർപെട്ട എല്ലാവരും അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലൂടെ കടന്നു പോകേണ്ടത് അത്യാവശ്യമാണ്. റോമാലേഖനത്തിൽ തുടങ്ങി യൂദായുടെ ലേഖനം വരെ അപ്പോസ്തലിക ഉപദേശവും പിന്നീട് തേജസ്കരണത്തെക്കുറിച്ചുള്ള വെളിപ്പാട് പുസ്തകവും ആ ക്രമത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആ ക്രമത്തിൽ മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ. റോമാലേഖനം മുതൽ നമ്മൾ ക്രമത്തിൽ ഓരോ സഭയിലും അടിസ്ഥാനമായി പഠിക്കേണ്ടതാണ്. അത് സ്കോളർമാരെ വെച്ചല്ല പഠിക്കേണ്ടത്, ശിഷ്യന്മാരാണ് ഇത് പഠിക്കേണ്ടത്. സ്കോളർമാർക്ക് ഒരിക്കലും മനസ്സിലാകാത്ത രീതിയിലാണ് അപ്പോസ്തലിക ഉപദേശം വ്യാഖ്യാനിക്കപ്പെടുകയും എഴുതപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പണ്ഡിതന്മാർക്ക് വെളിപ്പെടുത്താതെ മാനസാന്തരപ്പെടുന്നവർക്ക് വെളിപ്പെടുന്ന രീതിയിലാണ് വേദപുസ്തകത്തിന്റെ എഴുത്ത്. നിങ്ങൾക്ക് വേദപുസ്തകം മനസ്സിലാകുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ വിവരമില്ലാത്തവരാന്നല്ല, മാനസാന്തരമില്ലാത്തവരാണ്. നുറുങ്ങിയ ഹൃദയത്തോടെ അല്ലാതെ ദൈവത്തിന്റെ വചനത്തെ സമീപിക്കാനോ മനസ്സിലാക്കാനോ നമുക്ക് കഴിയില്ല.
അപ്പോൾ വിശുദ്ധീകരണം എന്ന് പറയുന്നത് ക്രിസ്തു നമ്മിൽ വസിക്കുന്നതാണ്. നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും പ്രവൃത്തികളല്ല. ക്രിസ്തു നമ്മിൽ വസിക്കുന്നതിനെയാണ് നമ്മൾ വിശുദ്ധീകരണം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ അവൻ തന്നെയാണ് നമ്മുടെ വിശുദ്ധീകരണം. 1 കൊരിന്ത്യർ ലേഖനം 1:30 വാക്യത്തിൽ പറയുന്നത്, നാമോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതീകരണവും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയിത്തീർന്നു. He became to us from God wisdom, righteousness, sanctification and redemption. അപ്പൊ യേശു ക്രിസ്തു നമുക്ക് വിശുദ്ധീകരണമായി മാറി. ഞാൻ മരിച്ച് എന്നിൽ ക്രിസ്തു ജീവിക്കുന്ന പുതിയ ജീവന്റെ അനുഭവമാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ആ പുതിയ ജീവന് മാത്രമേ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ കഴിയൂ. അപ്പോൾ ദൈവവുമായി നമ്മെ കണക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിശ്വാസമാണ്. 1 പത്രോസ് 1-ാം അധ്യായത്തിൽ പത്രോസിന്റെ 2 ലേഖനങ്ങളിലും കൂടെയാണ് ഈ 1 പത്രോസ് എന്തിനാണ് ഞാൻ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചില ഫൗണ്ടേഷൻസ് അവിടെ നിന്ന് മനസ്സിലായെങ്കിലേ 2 പത്രോസിലേക്ക് നമുക്ക് വരാൻ കഴിയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. 1 പത്രോസ് 1:7 പറയുന്നത് 1 പത്രോസ് 1:7 പറയുന്നത്, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അപ്പോൾ വിശ്വാസത്തിന്റെ പരിശോധന എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ശരിക്കും വിശ്വാസത്തിന്റെ പരിശോധന എന്ന് നമ്മൾ മലയാളത്തിൽ വായിക്കുന്നത് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ എഴുതുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന 7-ാം വാക്യം, സോ ദാറ്റ് ദ ടെസ്റ്റഡ് ജെന്യൂൻനെസ് ഓഫ് യുവർ ഫെയ്ത്ത് എന്നാണ്. അതായത് പരിശോധിച്ച് ഉറപ്പിക്കപ്പെട്ട വിശ്വാസത്തിന്റെ ജെന്യൂൻനെസ്, അതായത് ജെന്യൂൻനെസ് എന്ന് പറഞ്ഞാൽ എന്താ, യഥാർത്ഥമായ വിശ്വാസമാണോ, കൗണ്ടർ ഫീറ്റ് അല്ല എന്നാണ് തെളിയുന്നത്. പരീക്ഷണത്തിലൂടെ തെളിയുന്നത് എന്താണ്, വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, വിശ്വാസം ഉണ്ട് പക്ഷെ അത് ശരിയായതാണോ, പ്രോപ്പർ ഫെയ്ത്ത് ആണോ എന്നുള്ളതാണ് ഈ പരീക്ഷണങ്ങളിലൂടെ തെളിയുന്നത്. കോവിഡ് എന്ന് പറയുന്നത് ലോകത്ത് മുഴുവൻ ആ ഒരു പരീക്ഷണമാണ് നടത്തിയത്. സഭ മുറുകെ പിടിച്ചിരിക്കുന്ന വിശ്വാസം യഥാർത്ഥമാണോ അല്ലയോ എന്നുള്ള ഒരു ടെസ്റ്റിംഗ് ആണ് ഇന്ന് ഈ അന്ത്യകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വിശ്വാസത്തിന്റെ പരിശോധന നമുക്ക് നല്ലതാണ്. എന്തുകൊണ്ട് നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വിശ്വാസം ശരിയാണോ അല്ലയോ എന്ന് അപഗ്രഥിക്കാൻ, മനസ്സിലാക്കാൻ നമുക്ക് ഈ വിശ്വാസത്തിന്റെ പരിശോധനയാൽ സാധിക്കും. ശരിയല്ല എന്ന് നമ്മൾ കണ്ടെത്തിയാൽ നമുക്ക് പരിഹരിക്കാൻ കർത്താവിന്റെ സഹായം നമുക്ക് തേടാൻ കഴിയും. ശരിയാണെങ്കിൽ അത് വർദ്ധിച്ചു വരുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പം ടെസ്റ്റഡ് ജെന്യൂൻനെസ് ഓഫ് യുവർ ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം ശരിക്കുള്ളത് തന്നെയാണോ എന്ന് പരിശോധിക്കപ്പെടുന്നു. ആ പരിശോധനയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ് ചെക്ക് ചെയ്യപ്പെടുന്നത്? അതാണ് 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്നത്. 1-ാം അധ്യായം, ഇനി ഞാൻ നിങ്ങളോട് പറയാൻ ഒരു കാര്യം, നിങ്ങൾക്ക് റോമാലേഖനം മുതലുള്ള അപ്പോസ്തലിക ഉപദേശങ്ങളുടെ ഓഡിയോ കമന്ററി, അതായത് പ്രസംഗ കമന്ററി, വാക്യം പ്രതി വാക്യം യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചേസ് ജോസഫ് റോമൻസ് എന്ന് സെർച്ച് ചെയ്താൽ റോമാലേഖനം കിട്ടും. ഹീബ്രൂസ് എന്ന് സെർച്ച് ചെയ്താൽ എബ്രായ ലേഖനം കിട്ടും. റോമൻസ്, കൊരിന്ത്യൻസ്, ഹീബ്രൂസ്, അതുപോലെ ജോൺസ് എസ്പിസിൽ, ജോൺസ് ഗോസ്പൽ, ഇതെല്ലാം വേഴ്സ് ബൈ വേഴ്സ് കമന്ററി യൂട്യൂബിലുണ്ട്. നിങ്ങൾക്ക് കർത്താവിന്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾക്കത് ഇതിലൂടെ പോകാവുന്നതാണ്. അപ്പോസ്തലിക ഉപദേശങ്ങൾ എന്ന് പറഞ്ഞൊരു പ്രത്യേക സീരീസും ഉണ്ട്. യു ക്യാൻ സീ ദാറ്റ് ഇൻ ദ യൂട്യൂബ്. ഇത് ഞാൻ ഇടുന്നതല്ല കേട്ടോ, അതുകൊണ്ട് എങ്ങനെ എടുക്കേണ്ടതിന്റെ ലിങ്ക് ഒന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അത് ഇങ്ങനെ ഞാൻ പ്രസംഗിക്കുമ്പോൾ ആരൊക്കെ ഇടുന്നതാണ്. അപ്പോൾ ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത് ടെസ്റ്റഡ് ജെന്യൂൻനെസ്, നമ്മുടെ വിശ്വാസം പരിശോധിക്കപ്പെടുന്നത് നമുക്ക് നല്ലതാണ്. അതെന്തുകൊണ്ട് നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വിശ്വാസം ജെന്യൂൻ ആണെന്ന് ഉറപ്പിക്കപ്പെടുന്നത് നമുക്ക് ഭയങ്കര ധൈര്യമാണ് ജീവിതത്തെ നേരിടാൻ നമുക്ക് തരും. എന്താണ് ഈ ജെന്യൂൻ ഫെയ്ത്ത്? എന്താണ് നമ്മളെ രക്ഷിക്കുന്ന അതിവിശുദ്ധ വിശ്വാസം? നമ്മുടെ വിശ്വാസം ശരി തന്നെയാണോ? 2020 വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, വലിയ സമൃദ്ധി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചു ഒത്തിരി പേര്, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. വിശ്വാസം ശരിയായിരുന്നു? എന്താണ് പറ്റിയത്? ഇനി നമ്മൾ 2021 കുറിച്ച് എന്താണ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്? ശരിയാവുമോ? നമ്മുടെ വിശ്വാസം ശരിയാണോ? ഒന്ന് പരിശോധിച്ച് നോക്കാം. ശരിയാണോ? 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യങ്ങൾ ഞാൻ വായിക്കാം. 11 വരെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. 11-ാമത്തെ വാക്യം തീരുമ്പോൾ പ്രസംഗം തീരും. അതൊരു ഭാഗമാണ്. നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നു.
വിശ്വാസം ജെന്യുവിൻ ആണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അത് അപ്പോസ്തലന്മാർക്ക് ലഭിച്ച അതേ വിലയേറിയ വിശ്വാസമായിരിക്കും. ഇനി എഫേസ്യ ലേഖനം 1:4 നിങ്ങൾ നോക്കിയാൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇത് തന്നെയാണ്. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്. അപ്പൊ പ്രത്യാശയും വിശ്വാസവും ഒന്ന് തന്നെയാണ്. ഒന്ന് തന്നെയാന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നാന്നല്ല, എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. പ്രത്യാശ എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ എല്ലാ വിശ്വാസിക്കും വിശ്വാസവും ഒന്ന് തന്നെയാണ്. അത് അപ്പോസ്തലന്മാർക്ക് ലഭിച്ച അതേ വിശ്വാസം. അപ്പോസ്തലന്മാരുടെ വിശ്വാസം എന്തായിരുന്നു? എന്റെ വിസ ഈ പ്രാവശ്യം റെഡിയാവും, എന്റെ വീടിന്റെ പണി ഈ വർഷം പൂർത്തിയാവും. ആ വിശ്വാസമായിരുന്നു. എന്റെ കുടുംബത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരാൻ പോകുന്നു, ഇങ്ങനെയായിരുന്നോ അപ്പോസ്തലന്മാർക്ക് വിശ്വാസം? എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമുക്കിപ്പോ തന്നെ മനസ്സിലായി വരുന്നുണ്ട്. ഇത് വലിയ പ്രശ്നങ്ങളാണ്. കാരണം നമ്മുടെ വിശ്വാസങ്ങളൊന്നും അപ്പോസ്തലികമല്ല. നമ്മുടെ വിശ്വാസങ്ങളെയൊക്കെ നമുക്ക് വേണമെങ്കിൽ കോമൺ വിശ്വാസങ്ങൾ എന്ന് വിളിക്കാം. അതായത് എല്ലാ മതങ്ങളിലും അവിടുത്തെ മൂർത്തികളെ ആരാധിക്കുന്നവർ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളാണുള്ളത്. രോഗസൗഖ്യമാക്കി തരും, വേളാങ്കണ്ണി പോയി വിളക്ക് കത്തിക്കുമ്പം ലോണിന്റെ കുടിശ്ശിക വേളാങ്കണ്ണി മാതാവ് തീർത്തു തരും, അല്ലെങ്കിൽ എന്റെ രോഗങ്ങൾ മാറ്റിത്തരും. ഇത് യൂണിവേഴ്സൽ എല്ലാ മതങ്ങളിലുമുള്ള സാമാന്യ വിശ്വാസമാണ്. അപ്പോൾ ചില ദിവ്യന്മാരെല്ലാ മതങ്ങളിലും ഇറങ്ങി എന്നിലൂടെ പോയാൽ കൂടുതൽ അനുഗ്രഹങ്ങളെ കിട്ടുമെന്ന് പറഞ്ഞ്, അത് പെന്തക്കോസിലായാലും സ്വാമിമാരായാലും മൊല്ലാക്കന്മാരായാലും ഏജന്റുമാരിൽ നിന്ന് നമ്മൾ കൂടുതൽ അനുഗ്രഹങ്ങൾ പെട്ടെന്ന് മേടിച്ചു തരാൻ ഒരു പരിപാടി ഉണ്ടാക്കും. ഇതിനെയാണ് നമ്മൾ മതങ്ങളെന്നും പൗരോഹിത്യ വ്യവസ്ഥയെന്നും പറയും. നിങ്ങൾക്ക് ഇങ്ങനെ തുടങ്ങണമെന്നായിരുന്നു ആഗ്രഹം, അതങ്ങനെ തന്നെ ഇരിക്കും. ഓക്കെ. അപ്പോൾ ഈ വിശ്വാസം എന്ന് പറയുന്നത് പലപ്പോഴും നടക്കാറില്ല. പ്രത്യേകിച്ചും മൂത്ത വിശ്വാസികൾ പ്രവർത്തിക്കുമ്പോൾ ഒന്നും തന്നെ നടക്കാറില്ല. വിശ്വാസത്തിന്റെ ആരംഭ കാലഘട്ടങ്ങളിൽ കുറെ നടക്കാറുണ്ട്. പക്ഷെ പതുക്കെ പതുക്കെ കർത്താവ് നടത്തുന്നതിന്റെ സ്പീഡ് കുറയ്ക്കും. ഇതും പലപ്പോഴും നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ കണ്ടിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളിൽ ആദ്യകാലത്തൊക്കെ പൗലോസ് നടക്കുമ്പം, പത്രോസ് നടക്കുമ്പം നിഴലടിക്കുന്ന ഒരു സൗഖ്യമാകുന്നു, വസ്ത്രം വീശുന്ന ഒരു സൗഖ്യമാകുന്നൊക്കെ. അവസാനം എപ്പഫ്രാദിത്തോസിന് സുഖം ഇല്ലാതായപ്പോൾ മരിച്ചു പോകുമെന്ന് പേടിച്ച് പൗലോസ് എഴുതുന്നുണ്ട്. അതുപോലെ തിമോത്തിയോസിനോട് അജീർണം മാറ്റാൻ വേണ്ടി ഇത്തിരി വീഞ്ഞു കുടിച്ചോളാൻ വരെ പറയേണ്ട, അല്ലെ നിഴലടിപ്പിച്ചാൽ പോലെന്നോ. അപ്പൊ പതുക്കെ പതുക്കെ ദൈവം സ്പീഡ് കുറയ്ക്കും. സ്പീഡ് കുറച്ച് മനുഷ്യന്റെ സ്പീഡ് വരെ ദൈവം നമ്മുടെ അടുത്തോട്ട് താണു വരും. നമ്മൾ വിചാരിക്കുന്ന സ്പീഡിലൊന്നും കാര്യങ്ങൾ നടക്കില്ല. അപ്പൊ നമ്മുടെ വിശ്വാസം എന്തിനെ സംബന്ധിക്കുന്നതാണ്? നമ്മുടെ കൊച്ചു കുഞ്ഞു കിടന്ന് കരയുമ്പോൾ നമ്മൾ ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കുന്ന പോലെ 45 വയസ്സായ ഒരാൾ കരയുമ്പോൾ അപ്പൻ ചോക്ലേറ്റ് ഒന്നും മേടിക്കാൻ പോകില്ല. അതങ്ങനെയാണ്. അപ്പം ചെറിയ കൊച്ചായിരിക്കും എനിക്ക് തലവേദനയാണെ സഹിക്കാൻ പറ്റില്ല, കർത്താവേ എന്നെ സൗഖ്യമാക്കണേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് സൗഖ്യമാക്കി. 40 വയസ്സായപ്പം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഒരു തലവേദന സഹിക്കാൻ വയ്യാത്തവനാണ് ഞാൻ ക്രൂശിൽ നിനക്ക് വേണ്ടി മരിച്ച, നീ എന്ത് വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്? ഒരു തലവേദന പോലും സഹിക്കാനുള്ള കപ്പാസിറ്റി നിനക്ക് ഇല്ലാന്നല്ലേ ചോദിക്കുള്ളൂ. ആസ് വി ഗ്രോ അപ്പ് ദ ഫെയ്ത്ത് ഷോസ്. എന്താണ് ഫെയ്ത്ത് എന്നുള്ള കാര്യം നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കാം. വാട്ട് ഈസ് അപ്പോസ്റ്റലിക് ഫെയ്ത്ത്? എന്താണ് അപ്പോസ്തലികമായ വിശ്വാസം? ഇതിന് വേദപുസ്തകം വളരെ കൃത്യമായ നിർവചനം തരുന്നുണ്ട്. നിർവചനം എന്ന് പറയുന്നത് എന്താണ് ഫെയ്ത്തിന്റെ കണ്ടന്റ്? നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം എന്ത് വിശ്വാസമാണ്? എന്തിലാണ് നമ്മുടെ പ്രത്യാശയുടെ നങ്കൂരം ഇട്ടിരിക്കുന്നത്? എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമാണ് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ഫെയ്ത്ത് ഡെഫിനിഷൻ. എന്താണത്? ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. അപ്പൊ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ഞാൻ ആ ഭാഗം ഇത്തിരി വേഗം വിടാം. എന്തുകൊണ്ടാ വേഗം വിടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിക്കിലേക്ക് എത്താൻ വേണ്ടിയാണ്. ആശിക്കുക എന്നുള്ള വാക്ക് എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് നിങ്ങൾ ആശിക്കുന്നത്? ഞാൻ 2013 കേരളത്തിൽ വന്നപ്പോൾ എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ആന്ധ്രയിൽ ശുശ്രൂഷ കൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിൽ ഒരു മീറ്റിംഗിൽ സംബന്ധിക്കുമ്പോൾ ഇടയ്ക്ക് വന്നു. ഇവിടെ ഒരു അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു ചർച്ചിൽ ഒരു ഈവനിങ് ടൈമിൽ ഞാൻ പ്രസംഗിക്കാൻ എന്നെ വിളിച്ചു. ഒരു 3-4 പാസ്റ്റർമാരെ സ്റ്റേജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ എന്നെ അങ്ങനെ ആർക്കും അറിയില്ല, ഞാൻ എന്ത് പ്രസംഗിക്കുന്ന ഒരു പിടിയുമില്ല. ഒരു ഫ്രണ്ട് വഴിയാണ് എന്നെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും, നിങ്ങളെ ദേശത്ത് മാനിക്കും, നിങ്ങളുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും, നിങ്ങളുടെ കടഭാരങ്ങൾ മാറും, നിങ്ങളുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടും.
നിങ്ങളുടെ ആടുമാടുകളെയും ബിസിനസ്സുകളെല്ലാം ദൈവം അനുഗ്രഹിക്കും. 100% വിശ്വാസമുള്ളവർ ഒന്ന് കൈവക്കാൻ പറ്റും. എന്റെ മുമ്പിലുണ്ടായിരുന്ന സകല മനുഷ്യരും കൈവക്കി. ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കി, 3 പാസ്റ്റർമാരും 3 പേരും കൈവക്കി വെക്കുക. അടുത്ത ചോദ്യം ഇതായിരുന്നു. ഇപ്പൊ സമയം ഇന്ത്യൻ ടൈം 3:50 3:55 കർത്താവ് വന്നാൽ ഞാൻ ഉറപ്പായിട്ടും സ്വർഗത്തിൽ പോയിരിക്കുമെന്ന് 100%, 99.9 അല്ല, ഉറപ്പുള്ളവർ ഒന്ന് കൈപൊക്കാൻ പറഞ്ഞു. ഒരൊറ്റ മനുഷ്യൻ എന്റെ മുമ്പിൽ കൈപൊക്കി. പുറകോട്ട് നോക്കിയപ്പോൾ ഒരൊറ്റ പാസ്റ്ററും കൈപൊക്കി. ആശിക്കുന്നതൊക്കെ എല്ലാവർക്കും ഉറപ്പാണെങ്കിലും ആശിക്കുന്നതൊക്കെ ഇവിടെയായിട്ട് ഒരു 10-30 വർഷമായി. ഇവിടെയുള്ള ആശകളെ നഴ്സ് ചെയ്യുന്ന പ്രസംഗങ്ങളും മോഹിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ശുശ്രൂഷകളും വെച്ച് ഈ ലോകത്ത് നമ്മളെ തളച്ചതുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകണമെന്നുള്ള ഒരു ആശയോടെയാണ് നമ്മളെ വിളിച്ചേക്കുന്നതെന്ന് പോലും നമ്മൾ അങ്ങനെ അങ്ങ് ഓർക്കാറില്ല. അതുകൊണ്ടാണ് ഞായറാഴ്ച വന്നിട്ട് കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം അനേകം ആളുകൾ മരിച്ചു പോയപ്പോൾ, അനേകം ആളുകൾ ആശുപത്രിയിൽ കിടന്നു, ഞങ്ങളെ മാത്രം ജീവനുള്ളവരുടെ ദേശത്ത് നിലനിർത്തിയതിനാൽ സ്തോത്രം എന്ന് പറയുമ്പോൾ ഞാൻ കർത്താവിനോട് ശരിക്കും പറയുന്നത്, കർത്താവെ, അനേകം വിശുദ്ധന്മാരെ കഴിഞ്ഞ ആഴ്ച നീ നിന്റെ അടുക്കിലേക്ക് ചേർത്ത് കൊണ്ടപ്പോൾ ഞങ്ങളെ ഇവിടെ തന്നെ ഇട്ടതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നാണ്. കർത്താവിനോടുള്ള സ്നേഹമാണ് അങ്ങോട്ട് വരാൻ എന്നെ വിളിക്കാഞ്ഞതിന്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സ്വർഗത്തിൽ പോകുമെന്നുള്ള ആ ഒരു ഗ്യാരണ്ടി, ഉറപ്പ്. അപ്പൊ ആശിക്കുന്നതിന് എന്തില്ല? ഉറപ്പില്ല, ആശയില്ല. ആശയോടുകൂടെ എന്തും പോയി, ഉറപ്പും പോയി. അതിന് പകരം പാസ്റ്റേഴ്സ് നമുക്ക് തന്നത് ആഗ്രഹിക്കുന്നതിന്റെ ഉറപ്പാണ്. അതായത് മോഹിക്കുന്നതിന്റെ ഉറപ്പ്. പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പിന് പകരം മോഹിക്കുന്നതിന്റെ ഉറപ്പ് എന്ന് പറയുന്ന ലോകത്തിന്റെ മതം, ഈ ലോകം യോഗ്യമാണ്, ഈ ലോകത്തെക്കുറിച്ച് മോഹിച്ചോ എന്ന് പറയുന്ന ലോകത്തിന്റെ മതം ഇന്ന് വളരെ പ്രബലമായിട്ട് നമ്മുടെ ഇടയിൽ എതിർ ക്രിസ്തുവിന്റെ ഒരു രൂപമായി നമ്മുടെ ഇടയിൽ തന്നെയാണ്. എന്തുകൊണ്ടാണ് എതിർ ക്രിസ്തുവിന്റെ രൂപമാണെന്ന് പറയുന്നതെന്ന് അറിയാം? ഈ ലോകത്തിന്റെ പ്രഭുവിന്റെ മഹത്വത്തെക്കുറിച്ചുള്ളതാണ്. ഈ ലോകത്തിന്റെ പ്രഭു ശ്രേഷ്ഠനും മഹത്വമുള്ളവനുമാണെന്നും ശക്തനാണെന്നും അവനെ നമ്മൾ ശാസിക്കുമ്പോഴും അവന്റെ മഹത്വത്തെ നമ്മൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇത് എതിർ ക്രിസ്തുവിന്റെ മതം എന്ന് ഞാൻ പറയാനുള്ള കാരണം. അപ്പോൾ മോഹങ്ങളെ ഉണർത്തി വിടുമാറ്. ഞാൻ 2018 യൂട്യൂബ് വഴി ഈ പ്രസംഗങ്ങൾ സഞ്ചരിക്കുന്നത്. അതിനു മുമ്പ് എന്നെ ആർക്കും അറിയില്ല. അപ്പൊ ഞാൻ ചെറിയ ചെറിയ ചർച്ചകളിൽ പോയി 10 പേര്, 4 പേര്, 5 പേരോടൊക്കെ വചനം പറയും. 20 പേര്, 30 പേര്, ഇതൊക്കെയാണ് ഇപ്പൊ എന്റെ വിളി. അതാന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുണ്ടറയിലെ ചർച്ച് ഓഫ് ഗോഡിലൊരു പ്രസംഗം, 6 ദിവസത്തെ ബൈബിൾ സ്റ്റഡി അവര് യൂട്യൂബ് വഴി അങ്ങനെ കടത്തിവിട്ടാണ് ഇങ്ങനെ എന്നെ ആളുകൾ അറിയാൻ തുടങ്ങിയത്, വിളിക്കാൻ തുടങ്ങി. അപ്പോ ഇതിനു മുൻപ് എന്നോടൊരു പ്രവാചകൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ, നിങ്ങളുടെ ശുശ്രൂഷയുടെ തലം മാറാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു, എങ്ങനെ, എങ്ങോട്ട്? പുള്ളി പറഞ്ഞു, ഇപ്പോൾ 200 പേരോട് സംസാരിക്കുന്ന നിങ്ങൾ 2000 പേരോട് സംസാരിക്കുന്ന ഒരു തലത്തിലേക്ക് മാറാൻ പോവുകയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അതൊരു പ്രൊമോഷനായിട്ട് വിചാരിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. കാരണം ഒരു ശമരിയാക്കാരി സ്ത്രീ അന്വേഷിച്ച് കിലോമീറ്ററുകൾ വിശന്ന് ദാഹിച്ച് നടന്ന കർത്താവിനെ പോലെ ഒരു ഷണ്ണിന് വേണ്ടി മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ ഫിലിപ്പോസിന്റെ തലത്തിലേക്ക് ഒരു പ്രൊമോഷൻ എനിക്ക് കിട്ടുമോ? അങ്ങനെയുള്ളൊരു പ്രൊമോഷൻ കിട്ടുവാണെങ്കിൽ പാസ്റ്റർ എന്നെ വിളിക്കണം ഞാൻ പറഞ്ഞു. കാരണം അദ്ദേഹം എന്ത് തന്നാണോ മോഹിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. ഇതൊന്ന് ഒപ്പോസിങ് സ്പിരിറ്റ്. ആക്ച്വലി ഞാൻ ആ പ്രവാചകന്റെ ആത്മാവിനെതിരെയാണ് സംസാരിച്ചത്. അദ്ദേഹം എന്നോട് അപ്പൊ തന്നെ പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ പ്രവചിക്കുന്നതെല്ലാം കൃത്യമായിട്ട് സംഭവിക്കുന്നുണ്ട്, പക്ഷെ അത് ഏത് ആത്മാവിനാലാണെന്ന് ഇപ്പോൾ എനിക്ക് സംശയം തോന്നി എന്നോട്. അദ്ദേഹം പ്രവചനം നിർത്തി ജോലി ചെയ്ത് ജീവിക്കുകയാണ് ഇപ്പോൾ. എന്ത് പറയാൻ കാരണം, we are presented with glittering glory of the world and the fame given by men which are transient
and not everlasting. No value for these things. നമുക്ക് വാല്യൂ ഇല്ലാത്തതും നിലനിൽക്കാത്തതുമായ, അടിസ്ഥാനങ്ങളില്ലാത്തതായ, ദൈവം ശില്പിയായി പണിയാത്തതായ, നിലനിൽക്കാത്തതായ ഒരു നഗരത്തെക്കുറിച്ചുള്ള മോഹങ്ങൾ ഇന്ന് ഈ വിശ്വാസത്തിന്റെ ഒരു ഭാഗമായി അതിനെ അപഹരിക്കുന്ന രീതിയിൽ വ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു പ്രവചനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എയ്റോപ്ലെയിനിൽ നിന്ന് ഇറങ്ങാനുള്ള സമയമില്ലായിരിക്കും, അതുപോലെ ശുശ്രൂഷകൾ വരാൻ പോകുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് എയ്റോപ്ലെയിനിൽ നിന്ന് ഇറങ്ങിയേ പറ്റൂ, ഇറങ്ങാതെ എന്ത് ചെയ്യാൻ പറ്റും? ഞാനെത്തോട്ട് പറഞ്ഞ് ഇത് മോഹിക്കാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ ഇവരെന്താ പറയുന്നത്? മോഹിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടാ വരുന്നത്. സോ ദിസ് ഈസ് ആക്ച്വലി പെർസ്വേഡിങ് us, പുഷിങ് us into this world. നമുക്ക് വേണ്ട വേണ്ടെന്ന് വെക്കാൻ ഇവര് സമ്മതിക്കില്ല. അപ്പൊ ഫെയ്ത്ത് എന്ന് പറയുന്ന സാധനം തന്നെ അപ്പോസ്തോലികമല്ല. ഇന്നുള്ള വിശ്വാസം എന്ന് പറയുന്നത് അപ്പോസ്തോലികമല്ല. വയറുവേദന മാറും, ദൈവം മാറ്റും എന്നുള്ളത് നല്ല വിശ്വാസമാണ്. പക്ഷെ ആ നല്ല വിശ്വാസം കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. വയറുവേദന മാറ്റാൻ ഇത് മതി. കടഭാരം ദൈവം മാറ്റും എന്നുള്ള വിശ്വാസം നല്ല വിശ്വാസമാണ്. കടഭാരം മാറാൻ അത് മതി. പക്ഷെ സ്വർഗത്തിൽ പോകാൻ, വിശുദ്ധീകരണം പ്രാപിക്കാൻ, ക്രിസ്തുവിനെ ധരിക്കാൻ വിശ്വാസം പോലെ പ്രത്യാശ. എന്തിന്റെ ഉറപ്പാണ് നമ്മൾ പ്രാപിക്കേണ്ടത്? എങ്ങനെയാണ് ആ ഉറപ്പ് നമ്മൾ പ്രാപിക്കുന്നത്? ഇന്ന് ഞാൻ നിങ്ങളോട് 1.5 മണിക്കൂർ സംസാരിച്ചാൽ എനിക്കറിയില്ല എത്ര നേരം. എന്റെ ആഗ്രഹം നിങ്ങൾ ഉയരത്തിനെ കുറിച്ച് പ്രത്യാശയുള്ളവരായി മാറണമെന്നാണ്. നിങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് പലപ്പോഴും പാസ്റ്റേഴ്സ് പ്രവചനം എടുക്കുമ്പോൾ, അല്ല ശുശ്രൂഷ എടുക്കുമ്പോൾ അവർ വിചാരിക്കുന്ന പഴയ നിയമത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഇരിപ്പുണ്ടെന്ന്. ഉണ്ട്, പക്ഷെ അത് ആർക്കാണെന്നറിയോ? വചനം അനുസരിക്കാൻ മടിയുള്ളവർക്കാ. അതങ്ങനെയല്ലല്ലോ. അങ്ങനെയാണ്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ വീട്ടിൽ പിള്ളേരോട് പറയാ, എടാ ഞാൻ പപ്പ പോയിട്ട് വരുമ്പോഴേക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു വെച്ചേക്കണം. അപ്പോൾ എന്നെ കൊണ്ട് പറ്റില്ല. അന്നേരം മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ അടിമേടിക്കും, ചെയ്താൽ നിനക്ക് ചോക്ലേറ്റ് പറ്റും. ഇങ്ങനെയാണ് കർത്താവ് മടിയന്മാരോട് പറഞ്ഞത്. എന്നാൽ നിത്യജീവനെ കുറിച്ച് ദർശനം ഉണ്ടായിരുന്ന എബ്രഹാമിനെ പോലുള്ളവർ എന്താ കണ്ടതെന്നറിയോ? എബ്രായർ 11:13 പറയുന്നത്, ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്നത് കണ്ട് അഭിവന്ദിച്ച് ഭൂമിയിൽ ഞങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നെന്ന് കാണിക്കുന്നു. 16-ാം വാക്യം, അവരോ ഏറ്റവും നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുള്ളൂ. ഇത് 4 പേരെ കുറിച്ചാണ് ഈ പറഞ്ഞേക്കുന്നത്. ഹാബേൽ, നോഹ, ഹാനോക്ക്, നോഹ, അബ്രഹാം. ഓക്കെ, അപ്പോൾ എന്താണ് പ്രത്യാശ എന്നുള്ള വിഷയത്തിലേക്ക് നമുക്ക് വരികയാണ്. പ്രത്യാശയുടെ ഉറപ്പാണല്ലോ ഫെയ്ത്ത്. Without understanding what hope constitutes, you cannot understand faith. So let's come to the question of hope. 2 വാക്യങ്ങളാണ് പ്രത്യാശ എന്താണ് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി കൃത്യമായിട്ട് അപ്പോസ്തലന്മാര് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് റോമാലേഖനം 8:23 ആണ്, 8:23. അതിങ്ങനെയാണ്, ആത്മാവെന്ന ആദിദാനം ലഭിച്ചവരായ നാം. ഓക്കെ, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായ നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട്, ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, and not only the creation, but we ourselves who have the first fruits of the Spirit groan inwardly as we wait eagerly for adoption as sons, the redemption of our bodies. അടുത്ത വാക്യം, for in this hope we were saved. ഈ പ്രത്യാശയാലല്ലോ, ഈ എന്നുള്ള മലയാളത്തിൽ കാണുന്നില്ല, പക്ഷെ തമിഴിലൊക്കെ ഉണ്ട്, ഇന്ത നമ്മക്കം. അപ്പൊ എന്താ പ്രത്യാശ എന്ന് പറയുന്നത്? ശരീരത്തിന്റെ വീണ്ടെടുപ്പാകുന്ന തേജസ്സാകുന്ന പുത്രത്വം. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മൺമയമായ ശരീരം മാറി തേജസ്സുള്ള ഒരു ശരീരം വരും എന്നുള്ള നമ്മുടെ ഞരക്കം. ഞരക്കം എന്ന് പറയുന്ന ഗ്രോണിങ്, ഹിന്ദി പറയുമ്പോ കരാഹന. തീവ്രമായ ഒരു എന്താ പറയുന്നത് ഞരക്കമാണ് അങ്ങോട്ട്, അത് സംഭവിക്കാൻ വേണ്ടിയുള്ള ഞരക്കം. അത് കത്തോലിക് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്
ആന്തരികമായി വിലപിക്കുന്നു എന്നാണ് ഈ പുത്രസ്വീകാരത്തിന് വേണ്ടി. അതായത് യേശുക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെടാൻ വേണ്ടി, ആ തേജസ് പ്രാപിക്കാൻ വേണ്ടി. ഞരങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഞാൻ നേരിട്ട് നിങ്ങളുടെ ചർച്ചിൽ വന്നെന്ന് വിചാരിച്ചോ, 1.5 മണിക്കൂറായി, 2 മണിക്കൂറായി, 3 മണിക്കൂറായി നിർത്തുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന ഫീലിങ്ങിനെയാണ് ഞരക്കം എന്ന് പറയുന്നത്. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ച് ഒന്ന് പോയാൽ മതി എന്ന് തോന്നുന്ന ഫീലിംഗ്. ഇത് നമുക്ക് പൈസ ഇല്ലാത്തപ്പോൾ തോന്നുമായിരിക്കാം, ആരോഗ്യമില്ലാത്തപ്പോൾ തോന്നുമായിരിക്കാം, ജീവിതം വഴിമുട്ടി തോന്നുമ്പോഴെല്ലാം നമ്മൾ ഞരങ്ങുമായിരിക്കും. പക്ഷെ നിങ്ങൾ ആരെങ്കിലും കർത്താവ് വരാൻ വേണ്ടി ഇങ്ങനെ ഞരങ്ങുന്നുണ്ട്, തേജസ് പ്രാപിക്കാൻ വേണ്ടി ഞരങ്ങുന്നുണ്ട്. എന്താ ഞരങ്ങാത്തെന്നറിയോ? 40 പ്രസംഗം കേട്ടാൽ 39 ലോകത്തിന്റെ മോഹങ്ങളാ തരുന്നത്. നമ്മളെ ഞരങ്ങാൻ അവർ സമ്മതിക്കില്ല. ഒരു ദിവസം ഞരങ്ങി അടുത്ത ദിവസം ഞരക്കം എടുത്തു മാറ്റപ്പെടുന്ന രീതിയിലാണ് പിശാചിന്റെ കളികൾ നടക്കുന്നത്. ഈ ഞരക്കം എന്ന് പറയുന്ന ഒരാളുടെ ഉള്ളിൽ ഉണ്ടാവുക എന്ന് പറയുന്നതിന് അത്ഭുതമാണ്. റിവൈവൽ എല്ലാം അങ്ങനെയായിരുന്നു. ഈ ഞരക്കം ഇല്ലാതാകുന്നതിന്റെ തെളിവുകൾ ഞാൻ പറയാം. ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ള, കാരണം ഈ അനുഭവങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ്. അനുഭവങ്ങളായത്. ഞാൻ രക്ഷിക്കപ്പെടുന്നത് 1994 അന്ന് ഞാൻ കോട്ടയം CMS കോളേജിൽ വിദ്യാർത്ഥിയാണ്. അന്ന് ഞങ്ങള് പാട്ട് പാടാൻ കാസറ്റ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചാൽ, ക്രിസ്ത്യൻ കാസറ്റ് മേടിച്ചാൽ പ്രൊട്ടസ്റ്റന്റ് ആണെങ്കിൽ, അതായത് കത്തോലിക്കരുടെ അല്ലെങ്കിൽ, അതിനകത്ത് എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ട് കാണുന്ന കുറെ പാട്ടുകളുണ്ട്. പോപ്പുലർ, അന്നത്തെ പോപ്പുലർ പാട്ടുകൾ. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓർമ്മയുണ്ടോ ആ കാലം? സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുക രാജാധിരാജൻ, അല്ലെ? മൽപ്രിയനെ എന്നേശു നായകനെ എപ്പോ വരും. എല്ലാം കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പാട്ടുകൾ. അന്ന് കാലത്ത് കൺവെൻഷന് പോയി കഴിഞ്ഞാലും ഉറപ്പായിട്ടും കർത്താവിന്റെ വരവാണ് പ്രസംഗം. നിങ്ങൾ പോകുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അന്ന് സുവിശേഷീകരണം നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെയായിരിക്കും? ഓർമ്മയുണ്ടോ ട്രാക്റ്റുകൾ? ഇന്ന് സഭയെ ചോദിച്ചു നോക്കിയ ആ ചോദ്യം 99% പേർക്കും യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. അതായത് ഇന്നൊരു പാട്ട് എഴുതണമെങ്കിൽ പ്രത്യാശാ പാട്ട് എഴുതാൻ പറ്റിയില്ല. 94 ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം ഒരു പ്രത്യാശാ ഗാനവും ഹിറ്റായിട്ടില്ല. ഇന്ന് ഹിറ്റാവുന്ന പാട്ടുകൾ എന്റെ വീട്ടിൽ പോലും നീ വരല്ലേ, ദൂരെ നിന്നൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, അകത്ത് പോലും വരല്ലേ എന്ന് പറയുന്ന പാട്ടുകളാണ്. അനുഗ്രഹം മാത്രം മതി, ആളെ വേണ്ട. ഹൃദയത്തിനകത്ത് കർത്താവ് വാഴേണ്ട നമ്മളിപ്പോ പാടുന്നത് എന്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ലാത്തതുകൊണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ അയോഗ്യതകളൊക്കെ കർത്താവ് ക്രൂശിൽ തീർക്കുകയും അവൻ നമ്മുടെ ഹൃദയത്തിൽ ആത്മാവായി വരികയും അവൻ നമ്മുടെ ജീവനായി മാറുകയും ചെയ്തിട്ട് ഇനി വീട്ടിലോട്ട് എന്തിനാ സ്പെഷ്യലായിട്ട് വരുന്നേ? എഴുതുന്നവർക്ക് ബോധമില്ലെങ്കിലും പാടുന്നവർക്ക് എന്തെങ്കിലും ബോധം വേണ്ടേ? പാട്ട് നല്ല ട്യൂണാ, ക്യാച്ചിങ്. ഇതാണ് ആത്മാവില്ലാതെ നമ്മൾ, ആത്മാവൊന്നും തെളിയിച്ചു തരാതെ നമ്മൾ എന്ത് ചെയ്യുന്ന ഈ ട്യൂണിന് പുറകെ പോകുന്നത്. കർത്താവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അങ്ങനെ പാടാൻ പറ്റുമോ വീട്ടിൽ വരല്ലെന്ന്? എന്ത് അറ്റ്ലീസ്റ്റ് പണ്ട് വീടിന്റെ മുമ്പിൽ എഴുതിയെങ്കിലും വെക്കുമായിരുന്നു, ഈ കർത്താവ് ഈ വീടിന്റെ നായകൻ. ഇപ്പൊ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയെ. ഇപ്പൊ പോകുന്നത് നമ്മൾ അറിയുന്നില്ല കേട്ടോ, നമ്മൾ അറിയുന്നില്ല. ഈ വിശ്വാസത്തിൽ നമ്മൾ അകന്നു പോയെന്നും നമ്മുടെ പുനരുത്ഥാനത്തിന്റെ പ്രത്യാശ തന്നെ നഷ്ടപ്പെട്ടിരിക്കുക എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല. കാരണം നമ്മൾ ഭയങ്കര തീവ്രവാദി വിശ്വാസികളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് വിശ്വാസത്തോടു കൂടി, പക്ഷെ അതെല്ലാം നശിച്ചു പോകുന്നതാണ്. ഞാനൊരു എക്സാമ്പിളിൽ പറയാം, കുറച്ചുകൂടി ഇതിനകത്ത് ക്ലാരിറ്റി കിട്ടും. ഇതൊരു സർജറി ആയിട്ട് വിചാരിച്ചാൽ മതി. ചിലപ്പോൾ ഇത്തിരി വേദന എടുക്കുമായിരിക്കും, പക്ഷെ അത് നല്ലതിനാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പം കർത്താവിന് മുമ്പിൽ നമുക്ക് നല്ല മനസാക്ഷി ഉണ്ടാകാൻ നല്ലതാണ്. ഞാനിപ്പോൾ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ഞാനും പൗലോസും കർത്താവിന്റെ ബീമാ സീറ്റിന് മുമ്പിൽ പ്രതിഫലം വിഭജിക്കുന്ന സമയത്ത് പോയി നിൽക്കുക. കർത്താവ് പൗലോസിനോട് ചോദിക്കുക, പൗലോസ് നീ വിശ്വാസിയാണോ? പൗലോസ് പറയാതെ, എന്താ വിശ്വസിക്കുന്നത്? ഞാൻ നല്ല പോർവൊരു തോട്ടം തികച്ച് വിശ്വാസം കാത്തു നീതിയുടെ കിരീടം അതാണ്. അപ്പൊ കർത്താവ് പറയും, ഓക്കെ, നിനക്ക് നീതിയുടെ കിരീടം ഇരിക്കട്ടെ. അടുത്ത ഞാൻ, ചേച്ചി നീ നല്ല വിശ്വാസിയാണോ? കർത്താവെ ഞാൻ ഭയങ്കര വിശ്വാസിയാണ്. എന്തൊക്കെയാ വിശ്വസിച്ചത്? നീ ഓരോ ദിവസവും നീ എന്നെ പുലർത്തും വിത്ത് വൈബ്രേഷൻ. ഞാൻ വിശ്വസിച്ചു. ഞാൻ നിന്നെ പുലർത്തിയില്ലേ? പുലർത്തി. എനിക്ക് രോഗം വരുമ്പോ ഞാൻ ആശുപത്രി പോകില്ലായിരുന്നു, നീ തന്നെ രോഗം സഹിക്കുമെന്ന് വിശ്വസിച്ചു. എനിക്ക്
വലിയ രോഗങ്ങൾ വന്ന് നീ എന്നെ സൗഖ്യമാക്കി. വണ്ടർഫുൾ, വെരി ഗുഡ്. എന്നിട്ട് നീ മരിച്ചല്ലോ. മരിച്ചു. ലാസറിന് ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് ലാസർ പിന്നെ മരിച്ചു. അതാണ്, എന്ത് രോഗം മാറിയാലും നിങ്ങൾ ഒരിക്കലും മരിക്കാതിരിക്കില്ല. മരിക്കും. മരണത്തെ അകറ്റി നിർത്താൻ നിങ്ങളെ കൊണ്ട് കഴിയും. താൽക്കാലികമായി കുറച്ച് പ്രൊലോങ് ചെയ്ത് കൊണ്ടുപോകാം. ഞങ്ങളുടെ ചർച്ചിലെ ഒരു സഹോദരിയുടെ അമ്മ, അവര് ഹൈന്ദവ വിഭാഗത്തിൽ നിന്ന് ഉള്ള ആൾക്കാർ. ഈ സഹോദരി വിശ്വാസി വന്നു. ഭർത്താവൊക്കെ ഭയങ്കര എതിരാണ്. ഈ അമ്മ ഭയങ്കര എതിരാണ്. ഇവരിവിടെ ബൈബിൾ വായിക്കുമ്പോൾ അമ്മയോട് ഉറക്കെ ഭാഗവതം ചെയ്യും. ഹോസ്പിറ്റലായി, കോവിഡ് ആയിട്ട്, സീരിയസ്, വളരെ സീരിയസ്. സാച്ചുറേഷൻ 60, 65, 70. ഓക്സിജൻ ഇങ്ങനെ ടൺ കണക്കിന് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഇതിനിടയിൽ ആ അമ്മ വിളിച്ചു പറഞ്ഞു, അയ്യോ എന്നോട് ക്ഷമിക്കണേ, ഞാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് ഒത്തിരി ദൂഷണം പറഞ്ഞിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണേ എന്ന് വിളിച്ചു. ഒറ്റ നിമിഷം കൊണ്ട്, ആ ഫെയ്ത്ത് കൊണ്ട് മരണത്തിന്റെ ബലത്തെ അവരില്ലാതാക്കി കളഞ്ഞു. മരിച്ചാലും കുഴപ്പമില്ല. മകള് പറയുവാ, രക്ഷപ്പെട്ടു, ഇനി അമ്മ മരിച്ചാലും എനിക്ക് സങ്കടമില്ല. കാരണം ആ ഒരു മരണത്തെ എടുത്ത് തൂത്ത് കളയാൻ ഇതിന് മാത്രമേ പറ്റുള്ളൂ. അല്ലെ ഇത്തിരി നീട്ടി വെക്കാം. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, നീ എന്നെ നടത്തി, നീ എനിക്ക് സൗഖ്യമാക്കി, നീ എനിക്ക് നല്ലൊരു കുടുംബം തന്നു, നല്ലൊരു വീട് തന്നു, എന്റെ പിള്ളേരെ എല്ലാം വിദേശ രാജ്യങ്ങളിൽ സെറ്റിൽ ചെയ്യിപ്പിച്ചു. എനിക്കൊരു വീടില്ലായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കറിയായിരുന്നു നീ വീട് തരുമെന്ന്, എല്ലാം തന്നു. സ്തോത്രം. കർത്താവ് പറയാം, ഓക്കെ, എന്നാ പിന്നെ ശരി, ഓക്കെ, ബൈ ബൈ. അപ്പൊ നീതിയുടെ കിരീടം. അപ്പൊ കർത്താവ് പറയും, നീ ചോദിച്ചതെല്ലാം നിനക്ക് തന്നിട്ടുണ്ട്. അവൻ ചോദിച്ചതെല്ലാം അവനും കൊടുത്തു. നീ ചോദിച്ചതെല്ലാം ഈ ലോകത്തിന്റെ കാര്യങ്ങളായിരുന്നു, അതെല്ലാം നിനക്ക് തന്നു. ലോകം പോയപ്പോ അതും അതിന്റെ കൂടെ പോയി. നീ ഓർക്കുന്നുണ്ടോ? നിന്റെ കാർ ചെറുതാണ്, ഇരുന്നിട്ട് നടുവേദനയാണെന്നും പറഞ്ഞ് വലിയ കാർ പ്രാർത്ഥിച്ച് പിടിച്ചു വെച്ച് മേടിച്ചത്. ആ കാർ ഇടിച്ചാണല്ലോ നീ ഇവിടെ വന്നത്. അതെ കർത്താവ്, കാർ അവിടെ കിടന്നു, നീ ഇങ്ങ് പോന്നു. നീ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും അങ്ങനെയായി. മിനിസ്ട്രി, പദവി, മിനിസ്ട്രി പോലും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റിയല്ല. ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അത് ഏത് നിമിഷവും സംഭവിക്കാം. അതാണ് കോവിഡ് നമ്മളെ ഓർമ്മിപ്പിച്ചത്. ഒരു ശ്വാസം, 2 ശ്വാസം അടുത്തതിനില്ല ആള്. ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന എന്ന് പറയുന്നത്. ഡു യു റിയലി ബിലീവ് ഐ ഹാവ് ഹെവൻ ആസ് മൈ ഇൻഹെറിറ്റൻസ്? ആർ യു ഷുവർ? ഇത് കർത്താവിന്റെ ആത്മാവ് ഇന്ന് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ്. അതിനപ്പുറത്തൊരു ചോദ്യവും ഇല്ല. പുത്രത്വത്തിന്റെ വാഗ്ദത്തം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതോ പ്രവാചകന്മാർ അടുത്ത ചൊവ്വാഴ്ച, അടുത്ത സെപ്റ്റംബറിൽ എന്ന് പറയുന്ന വാഗ്ദത്തങ്ങളാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അത് ഏത് സമയത്ത് നമ്മുടെ പ്രാണനെ ചോദിക്കാൻ അധികാരമുള്ള കർത്താവ് നമുക്ക് ആണയാലിട്ട വാഗ്ദത്തങ്ങളിലേക്കാണോ നമ്മൾ വിശ്വാസത്തോടെ നോക്കുന്നത് എന്നുള്ളത് ഇറ്റ്സ് എ ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ. ഈ പ്രത്യാശ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഒരു വാക്യം കൊണ്ട് ഞാൻ വായിക്കാന്ന് പറഞ്ഞായിരുന്നു. അത് 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളത്. ഇപ്പൊ രണ്ടിടത്തും പ്രത്യാശ എന്തുമായിട്ടാണ് കണക്ട് ചെയ്തത്? ക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെടുന്ന പുത്രത്വമായിട്ടാണ് പ്രത്യാശയെ കണക്ട് ചെയ്തത്. നമ്മളെ കർത്താവ് വിളിച്ചപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്ന ആശ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? പുത്രത്വത്തെ കുറിച്ചുള്ള ആശയാണ്. ഇപ്പൊ നമ്മൾ പാസ്റ്റേഴ്സ്, ശുശ്രൂഷകർ ഓരോരുത്തരെ സുവിശേഷം പറഞ്ഞ് വിളിക്കും. നിങ്ങൾ വാ എന്ന് പറഞ്ഞ് വിളിക്കും. അത് പാസ്റ്ററെ വിളിയാ. ചിലപ്പോൾ അന്നേരം പറയുമായിരിക്കും സൗഖ്യം തരും അതെന്നൊക്കെ പറയും. പക്ഷെ നിങ്ങളെ അതിനിടയിലൂടെ കർത്താവ് ഒരു വിളി വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു ആശ തന്നിട്ടായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ച വിളിയാനുള്ള ആശ എന്നതിനെ കുറിച്ച് പറയുന്നത്. നമ്മളെ വിളിക്കുമ്പോൾ തന്നെ അവൻ നമ്മളെ വിളിക്കുന്നത് നിത്യതയിലേക്കാണ്. ഓക്കെ, ഈ ഉറപ്പ് എങ്ങനെയാണ് കർത്താവ് നമുക്ക് തരുന്നത് നമുക്ക് നോക്കാം. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ
എബ്രായ ലേഖനം 6. എനിക്കൊന്ന് ഈ പ്രത്യാശയെ കുറിച്ച് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം തീരാൻ സാധ്യതയുണ്ട്. എബ്രായർ 6 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് വായിക്കും. ദൈവം എബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. തങ്ങളെക്കാൾ വലിയവനെ കൊണ്ടല്ലോ മനുഷ്യർ സത്യം ചെയ്യുന്നത്, ആണ് അവർക്ക് ഉറപ്പിനായി സകല വാഗ്ദത്തത്തിന്റെയും തീർച്ചയാകും. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തതെന്ന് കാണിപ്പാൻ, അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരാണയാലും ഉറപ്പ് കൊടുത്തു. ഈ വാക്യം ശ്രദ്ധിച്ചാൽ എബ്രഹാമിന് ദൈവം കൊടുത്തതുപോലെ ഒരാണ് നമുക്ക് തന്നിട്ടുണ്ട്. എബ്രഹാം ആ ആണയിലാണ് വിശ്വസിച്ചത്, അതുപോലെ ഒരാണ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ആണയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്താണ് ദൈവം എബ്രഹാമിന് കൊടുത്ത ആണ്? അതിന്റെ പ്രസക്തി എന്തിനാണ് ദൈവം ആണയിടുന്നത്? അങ്ങ് പറഞ്ഞാൽ പോരെ. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അതിനൊരു ആണയിടേണ്ട കാര്യമുണ്ടോ ഒരു മനുഷ്യനോട്? ഇല്ലല്ലോ. പക്ഷെ ദൈവം ആണയിട്ടു. നമ്മൾ എന്തിനാ സാധാരണ ആണയിടുന്നത്? ദൈവം നമ്മളുടെ ആണയിടരുന്നാ പറഞ്ഞേക്കുന്നത്. എന്നിട്ട് നമ്മൾ ആണയിടും. എന്തിനു വേണ്ടി ആണയിടുന്നത്? നമ്മൾ പറയുന്ന അത്രയൊന്നും വിശ്വാസ്യമല്ല എന്ന് വരുമ്പോഴാണ് നമ്മൾ ആണയിടുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ആണയിടുന്ന സ്വഭാവം ഉള്ളവരാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കള്ളം പറയാറുണ്ടെന്ന് അതിന്റെ അർത്ഥം. ഇപ്പൊ നമ്മുടെ മനോബോധം നമ്മളോട് പറയും, നീ പറയുന്ന എല്ലാം കള്ളമല്ല, നീ ഇടയ്ക്കിടയ്ക്ക് കള്ളം പറയാറുണ്ടല്ലോ, അതുകൊണ്ടൊന്ന് സത്യം ചെയ്ത് പറഞ്ഞേക്ക്. നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഉറപ്പില്ല വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആണയിടുന്നത്. ഇപ്പൊ ദൈവം അങ്ങനെയല്ല ആണയിടുന്നത്. ദൈവം ആണയിടുന്നത് എബ്രഹാമിന് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വാഗ്ദത്തമാണ് എബ്രഹാമിന് ദൈവം കൊടുത്തത്. അത് എബ്രഹാം എങ്ങനെ നോക്കിയാലും മനസ്സിലാകാത്ത ഒരു കാര്യമായിരുന്നു. ഈ 100-ാം വയസ്സിൽ എങ്ങനെ കൊച്ചുണ്ടാവും? ആ കൊച്ചിനെ യാഗമർപ്പിക്കാൻ പോയി അതിനെ കൂടെ കൊടുത്തു കഴിഞ്ഞ പിന്നെ 115 വയസ്സെങ്കിലും ആയ എബ്രഹാം എങ്ങനെയാണ് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ സന്തതികൾ ഉണ്ടാകുന്നുള്ള കാര്യം എബ്രഹാമിനെ സംബന്ധിച്ച് അസാധ്യമായ ഒരു കാര്യമായിരുന്നു. പക്ഷെ എബ്രഹാം ഒരു കാര്യത്തിൽ വിശ്വസിച്ചു, എന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും ദൈവത്തിന് അവന്റെ ആണയെ നിവർത്തിക്കാൻ ഒരുത്തന്റെ സഹായം വേണ്ട, അതിൽ എന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആവശ്യമില്ല. ദൈവം അങ്ങനെ ആണയിട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദൈവം എന്റെ തലമുറയെ വർദ്ധിപ്പിക്കും. അതിന് ഞാൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് എബ്രഹാമിന് മനസ്സിലായി. അത് മനസ്സിലാകാൻ കുറച്ച് പാട് പെട്ടു. മനസ്സിലാകുന്നതിന് മുമ്പ് ഇസ്മായിൽ ഉണ്ടായത്. അതോടുകൂടി എല്ലാം മനസ്സിലായി. ഇനി ഞാനൊന്നും ചെയ്യണ്ട, ദൈവം തന്നെ എല്ലാം ചെയ്തോളൂ. അതുകൊണ്ട് എന്തായി ഗുണം? എന്താണ് ഫെയ്ത്ത്? എബ്രഹാമിനോട് കർത്താവ് പറയാണ്, നീ ഇസ്ഹാക്കിനെ അർപ്പിക്കുക. ഉടനെ ഇസ്ഹാക്കുമായിട്ട് പോയി. ഒരു സംശയമില്ല. സാറയോട് പോലും ചോദിക്കുന്നില്ല, എടുത്തോണ്ട് പോയി കഴിഞ്ഞു. എന്തുകൊണ്ടാ? അവൻ ഒരു കാര്യം അറിയാം, എന്തായാലും ദൈവം വാഗ്ദത്തം നിവർത്തിക്കും, എന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ആകും. ഇപ്പൊ ആകെ ഉള്ളത് ഒരു ഇസ്ഹാക്കാണ്. അവനെ ഞാൻ കൊടുത്താലും ആണയ്ക്ക് മാറ്റം ഉണ്ടാവില്ല. അപ്പൊ പിന്നെ എന്താണ് സാധ്യത? ഒന്നുകിൽ ഇസ്ഹാക്കിനെ പുനരുത്ഥാനത്തിൽ എന്ന പോലെ കർത്താവ് തിരിച്ചു തരും, അല്ലെങ്കിൽ ഇല്ലാത്തടത്ത് നിന്ന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവം ഈ മണ്ണിൽ നിന്ന്, പാറക്കല്ലുകളിൽ നിന്ന്, ഈ കല്ലുകളിൽ നിന്ന് എനിക്ക് മക്കളെ തരും. ഇങ്ങനെയാണ് എബ്രഹാം വിശ്വസിച്ചെന്ന് എവിടെ എഴുതിയിരിക്കുന്നത്? റോമാലേഖനം 4:17. അവിടെ പൗലോസ് പറയാണ്, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൽ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? ഇസ്ഹാക്കിനെ അർപ്പിക്കുമ്പോൾ അബ്രഹാമിന്റെ മനസ്സിൽ എന്താണ്? ദൈവത്തിന്റെ ഇഷ്ടം എന്തായാലും ദൈവം വാഗ്ദത്തം നിറവേറ്റും. അപ്പൊ അത്ര അവിശ്വസനീയമായ കാര്യമായിരുന്നു. അതുകൊണ്ട് എബ്രഹാം എന്ത് ചെയ്തു? വാഗ്ദത്ത ദേശത്ത് ചെന്നു, കനാൻ ദേശത്ത് ചെന്നപ്പോ എബ്രഹാം തീരുമാനിക്കുകയാണ്, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയല്ലേ സന്തതി, അതിന് ഞാനൊരു വീട് പണിതിട്ട് എന്താ കാര്യം? ഞാൻ സെറ്റിൽ ചെയ്തിട്ട് എന്താ കാര്യം? ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ മക്കൾ വന്നാൽ എവിടെ താമസിക്കും? അതുകൊണ്ട് എബ്രഹാം തീരുമാനിച്ചു, ദൈവം അത്രയും വലിയൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ദൈവം ശില്പിയായി പണിയുന്ന അടിസ്ഥാനമുള്ള ഒരു നഗരവും കൂടെ അതിന്റെ കൂടെ കാണും. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ടെന്റ് മതി എന്ന് എബ്രഹാം തീരുമാനിച്ചു എന്നാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ. അത്രയും വലിയൊരു വിശ്വാസം എബ്രഹാമിനെ പുനരുത്ഥാനത്തിന്റെ വിശ്വാസത്തിലേക്കും ഈ ഭൂമിയെ അന്യമായി കാണുന്ന
സ്വർഗീയമായതിനെ കാംക്ഷിക്കുന്ന ഒരു വിശ്വാസത്തിലേക്കുമാണ് എത്തിച്ചതെന്ന് എബ്രായ ലേഖനം നമ്മളെ പഠിപ്പിക്കും. എന്നിട്ട് പറയാണ്, അതുപോലെ അവിശ്വസനീയമായ ഒരാണയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. എന്താണ് ആണയെന്നറിയോ? അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തതെന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരാണയാൽ ഉറപ്പ് കൊടുത്തു. അടുത്ത വാക്യം, അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്നതാണ്. അപ്പൊ പ്രത്യാശ കിട്ടണമെങ്കിൽ എങ്ങോട്ട് ഓടി ചെല്ലണം? കർത്താവിന്റെ അടുത്തേക്ക് തന്നെ ശരണത്തിനായി ഓടി ചെല്ലണം. ഓടി വന്നതാണ്. ദൈവത്തിന് ഭോഷ്ക് പറയാൻ കഴിയാത്തതും മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കാനിടയാകും. അപ്പൊ ആരെല്ലാം ദൈവത്തിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു അവരെല്ലാവരും പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ വേണ്ടി, അത് രക്ഷപ്പെടാൻ വേണ്ടി, സ്വർഗത്തിലെത്താൻ വേണ്ടി, തേജസ് പ്രാപിക്കാൻ വേണ്ടി ആരെല്ലാം ദൈവത്തിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുവോ അവരെല്ലാവരും ദൈവത്തിന് ഭോഷ്ക് പറയാൻ കഴിയാത്തതും മാറിപ്പോകാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കാൻ ഇടവരുന്നു. ഈ രണ്ട് കാര്യങ്ങൾ എന്താ ഞാൻ പറയാം. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന് ഒരു നങ്കൂരം തന്നെ. അപ്പൊ നമ്മൾ എങ്ങനെ പ്രത്യാശ ഉണ്ടാകുന്നത്? എങ്ങനെയാണ്? ദൈവത്തിന്റെ മാറിപ്പോകാത്ത ആണയിലാണ്. എന്താണ്? എബ്രഹാമിനോട് പറഞ്ഞ പോലെ പറയാണ്, ആരൊക്കെ പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ വേണ്ടി ശരണത്തിനായി അവന്റെ അടുത്തേക്ക് ഓടി വന്നിട്ടുണ്ടോ അവരെല്ലാം ഞാൻ രക്ഷിക്കും എന്നൊരു വാഗ്ദത്തം ദൈവം ആണയാലിട്ടു. നിങ്ങൾ അവന്റെ അടുത്ത് ശരണത്തിനായി ഓടി ചെന്നിട്ടുണ്ടോ? രോഗം മാറാൻ വേണ്ടിയിട്ടുള്ള ശരണമല്ല, ഈ ലോകത്ത് നിന്ന് തേജസ്കരിക്കപ്പെട്ട് കർത്താവിന്റെ രാജ്യത്തിലേക്ക് ചെല്ലുന്ന പ്രത്യാശ പിടിച്ചുകൊള്ളാൻ വേണ്ടി, കർത്താവെ എന്നെ രക്ഷിക്കണേ എന്ന് നിങ്ങൾ നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാഗ്ദത്തം പ്രാപിച്ചു കഴിഞ്ഞു. എന്താണ് ആ വാഗ്ദത്തം? മാറിപ്പോകാത്തതും ശരണത്തിനായി ഓടി വരുന്നവരെല്ലാം എന്ത് പ്രാപിക്കുന്നു? മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കാൻ ഇടവരുന്നു. ആ പ്രബോധനമാണ് നമ്മുടെ നങ്കൂരം. നങ്കൂരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? എന്താ നങ്കൂരം? നമ്മുടെ കപ്പലൊക്കെ ഉറപ്പിച്ചു നിർത്തുന്ന, കാറ്റൊക്കെ അടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി പോകാതെ ഉറപ്പിച്ചു നിർത്തുന്ന സാധനമാണ് നങ്കൂരം. ഓക്കെ, ഈ കപ്പലിന് നങ്കൂരം ഇടുന്നത് എവിടെയാ? വെള്ളത്തിലല്ല, വേറൊരു കപ്പലിലല്ല, പിന്നെ കടലിന്റെ അടിത്തട്ടിലാണ് നങ്കൂരം ഇടുന്നത്. ആങ്കർ. നമ്മുടെ നങ്കൂരം എവിടെ കിടക്കുന്നത്? ഇളകിപ്പോകുന്ന ഒന്നിലുമല്ല, ഇളകിപ്പോകാത്ത ഒരു സ്ഥലത്ത് തിരശീലയ്ക്കപ്പുറത്ത് അപ്പുറത്തേക്കുള്ള ഒരു പ്രത്യാശ എന്നൊരു നങ്കൂരം നമ്മുടെ ആത്മാവിനുണ്ട്. അപ്പൊ നമ്മുടെ നങ്കൂരം എവിടെ കിടക്കുന്നത്? ഈ പ്രത്യാശയുടെ നങ്കൂരം എവിടെ കിടക്കുന്നത്? തിരശീലയ്ക്ക് ഇപ്പുറത്തല്ല, തിരശീലയ്ക്ക് അപ്പുറത്താണ്. ഓക്കെ, അങ്ങനെയല്ലോ പറഞ്ഞേക്കുന്നത്. ആ പ്രത്യാശ നമുക്കൊരു ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും തിരശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാവുന്നു. അപ്പൊ ഈ തിരശീല എന്താന്ന് കണ്ടുപിടിക്കും. എന്താണ് ഈ തിരശീല? തിരശീല എന്തിനിടുന്നേ? അപ്പുറത്തുള്ളത് കാണാതിരിക്കാൻ വേണ്ടിയല്ലേ തിരശീല ഇടുന്നത്? അപ്പൊ നമുക്ക് കാണാത്ത എന്താ ഉള്ളത്? ഈ നിത്യത. നമ്മൾ ഈ കാണുന്ന ലോകത്തിനപ്പുറത്തേക്ക് കടക്കുന്ന, നിത്യതയിലേക്ക് കടക്കുന്ന ഒരു നങ്കൂരം. ആ നങ്കൂരം എങ്ങനെ നമുക്കുണ്ടായത്? ശക്തിയുള്ള ഒരു പ്രബോധനമാണ്, ആണയോട് കൂടിയുള്ള ഒരു പ്രബോധനമാണ് നമ്മുടെ നങ്കൂരം. ആ ആണ ഇട്ടിരിക്കുന്ന ദൈവം രണ്ട് കാര്യങ്ങളാലാണ്, മാറിപ്പോകാത്ത രണ്ട് കാര്യങ്ങളാണ്. ഓക്കെ, ആ രണ്ട് കാര്യങ്ങളോട്ട് നമ്മൾ വരുവാണേ. അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുൻപ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കും. അപ്പൊ എന്തുണ്ട് അവിടെ? ഈ തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് ആരാ കിടന്നേക്കുന്നത്? കർത്താവ് നമുക്ക് വേണ്ടി മുൻകൂട്ടി മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം ഒരു മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ആ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു പ്രത്യാശയുടെ ഉറപ്പുണ്ടാണെന്നാണ് എൻ്റെ ആഗ്രഹം. ശക്തിയുള്ള പ്രബോധനമാണ്, കർത്താവിന്റെ പ്രബോധനമാണ് ഇബ്രായ ലേഖനം പറയുന്ന ഈ രണ്ട് കാര്യങ്ങൾ. അത് യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യത്തെ ആസ്പദമാക്കിയുള്ളതാണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണും. കാരണം തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്കാണ് നങ്കൂരം ഇട്ടിരിക്കുന്നത് അല്ലെ? തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് ആരുണ്ട്? ക്രിസ്തു ഉണ്ട്. അവിടെ അവൻ പ്രവേശിച്ചിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവന്റെ മഹാപൗരോഹിത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നമ്മുടെ പ്രത്യാശ മുഴുവൻ എന്തിനെ ആസ്പദമാക്കിയിരിക്കുന്നത്? നമുക്ക് അവിടെ ഒരു മഹാപുരോഹിതൻ ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരിക്കുന്നത്.
ഓക്കെ, ഈ 4-ാം അധ്യായത്തിലേക്ക്, എബ്രായരുടെ തന്നെ 4-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ അതിന്റെ 13-ാം വാക്യം ഇങ്ങനെയാണ്: അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. കണ്ടോ? അതുകൊണ്ട് ആകയാൽ അങ്ങനെ ആയതുകൊണ്ട്, അവനുമായിട്ടാണ് നമ്മുടെ കാര്യം എന്നുള്ളത് കൊണ്ട്, ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം, പ്രത്യാശയുടെ സ്വീകാരം, അത് പലയിടത്തും അത് ആവർത്തിക്കുന്നുണ്ട്, പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. എന്തിനു മുറുകെ പിടിച്ചുകൊള്ളുക? കാരണം തിരശ്ശീലയ്ക്കപ്പുറത്ത് നമ്മുടെ അകം പുറം അറിയാവുന്ന ഒരു മഹാപുരോഹിതൻ നമുക്ക് പകരം പ്രവേശിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ മഹാപുരോഹിതൻ ചെയ്യുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദൈവത്തിന് മാറില്ലാത്തതും ദൈവത്തിന് പോഷക്ക് പറയാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങൾ ഈ ശുശ്രൂഷയ്ക്കകത്തുണ്ടാകും. എന്താണ് ഒരു മഹാപുരോഹിതൻ സാധാരണഗതിയിൽ ചെയ്യുന്ന 2 കാര്യങ്ങൾ? ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യാഗമർപ്പിക്കുക എന്നുള്ളത്. നമുക്കറിയാം, മഹാപുരോഹിതന്മാരെല്ലാം ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? യാഗമർപ്പിക്കുക. അപ്പൊ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമർപ്പിക്കുമ്പോൾ, ഏലിയാവ് യാഗമർപ്പിച്ചപ്പോൾ ദൈവം എങ്ങനെ അംഗീകരിച്ചത് യാഗത്തെ? ആകാശത്തുനിന്ന് തീ ഇറക്കി യാഗത്തെ അംഗീകരിച്ചു. അപ്പൊ യേശുക്രിസ്തു നമുക്ക് പകരം യാഗം അർപ്പിച്ചപ്പം പിതാവ് എങ്ങനെ അംഗീകരിച്ചത്? അവനെ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചുകൊണ്ടാണ് അംഗീകരിച്ചത്. ആണ വരാൻ പോവാണേ. ആണ എങ്ങനെ വരുന്നറിയോ? എനിക്ക് വേണ്ടി യേശുക്രിസ്തു ഒരു യാഗം അർപ്പിച്ചു. ചോദ്യം ഇതാണ്: പിതാവ് ഈ യാഗം അംഗീകരിച്ചോ ഇല്ലയോ? എങ്ങനെ മനസ്സിലാക്കാം? പിതാവ് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ആ യാഗം പിതാവ് അംഗീകരിച്ചു. അത് ആർക്ക് വേണ്ടിയായിരുന്നു? എനിക്ക് വേണ്ടിയായിരുന്നു. അപ്പൊ എന്നെ അപ്പുറത്ത് കടത്താമെന്ന് പിതാവ് സമ്മതിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിന്റെ യാഗം പിതാവ് അംഗീകരിക്കുന്ന വഴി എനിക്ക് ഒരു കാര്യം ഉറപ്പായി: എനിക്ക് വേണ്ടി അവൻ മരിച്ചപ്പോൾ പിതാവ് അവനെ പുനരുത്ഥാനം ചെയ്യിപ്പിച്ചതുകൊണ്ട് തീർച്ചയായിട്ടും ആ യാഗം, എനിക്ക് വേണ്ടി യേശുക്രിസ്തു കഴിച്ച യാഗം പിതാവ് അംഗീകരിച്ചിട്ടുണ്ട്. അംഗീകരിച്ചിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ എന്റെ പാപങ്ങൾ ആ യാഗത്തിൽ, ഏക യാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് അവൻ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. എന്റെ പാപങ്ങളുടെ പരിഹാരം കർത്താവിന്റെ യാഗം തീർത്തു കളഞ്ഞു എന്നുള്ളതാണ് ഒന്നാമത്തെ ആണ്. ഓക്കെ, അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അവൻ ഒരു പുരോഹിതനാണ്. ആ പുരോഹിതൻ എന്ത് ചെയ്തു? നമ്മുടെ പള്ളിയിലെ അച്ഛന്മാർ കുർബാന ചൊല്ലുമ്പോൾ, ഞാനൊരു ഓർത്തഡോക്സുകാരനായിരുന്നു, അപ്പൊ അച്ഛന്മാർ കുർബാന ചൊല്ലുമ്പോൾ നമ്മുടെ പ്രത്യാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെയുള്ള പാപങ്ങളെല്ലാം അച്ഛൻ കഴുകി ഇനി അടുത്ത ആഴ്ച അടുത്ത പാപങ്ങൾ കഴുകാൻ വരുന്നു. അതായത് ഓരോ പ്രാവശ്യവും കുർബാന അർപ്പിക്കുന്നു, ആണ്ടിലൊരിക്കലെങ്കിലും നമ്മളത് സ്വീകരിക്കുന്നു, അതുകൊണ്ട് പാപങ്ങളെല്ലാം കഴുകി ക്ലീനായിട്ട് പോകുന്നു, പിന്നെ പാപം ചെയ്യുന്നു, പിന്നെ കഴുകുന്നു, പിന്നെ അങ്ങനെ ഞാൻ ജീവിതാന്ത്യമായി ഞാൻ മരിക്കാൻ പോവാണ്. പ്രായമായി ഇങ്ങനെ കട്ടിലെ കിടക്കുക. അപ്പൊ അച്ഛൻ വന്നു, ഒടുക്കത്തെ ഒപ്രൂഷ്മ തന്നു, ഒക്കെ മോനെ എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ അതുവരെയുള്ള എല്ലാ പാപങ്ങളും തീർന്നു, കണ്ണുകൊണ്ട് ചെയ്തു, മൂക്കൊണ്ട് ചെയ്തു, വായ കൊണ്ട് ചെയ്തു, എല്ലാം തീർന്നു. മരിക്കാൻ കിടക്കുമ്പോൾ ഒപ്രൂഷ്മയും കിട്ടി. പക്ഷെ കാരണവരായോണ്ട് ഈ അച്ഛൻ പോയി കഴിയുമ്പോൾ കാരണവരുടെ ഉള്ളിലുള്ള വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ വല്ല പൈസയും കൂടുതൽ കൊടുക്കുമെന്നാ. കാരണം പഴയ കാരണവന്മാർക്ക് ഭയങ്കര ചിന്ത, അച്ഛന്മാര് പൈസ കൊണ്ടുപോകുന്നൊരു പേടിയുണ്ട്. അപ്പൊ അവന്റെ ഉള്ളിൽ ഇപ്പോഴും ദ്രവ്യാഗ്രഹം കിടക്കുന്നുണ്ട്. ആ അത്രയും നാളും കഴിച്ച എല്ലാ യാഗവും വെറുതെയായി, ഈ ദ്രവ്യാഗ്രഹം ഉള്ളിൽ കിടക്കുക. പിന്നെ അതിന് വേറെ എന്തെങ്കിലും പണി നോക്കണം. അപ്പോൾ അയാൾ മരിച്ചു കഴിഞ്ഞ 9ാമത്തെ ദിവസം അച്ഛൻ വന്നു, ഒരു കുർബാനയും കൂടെ ചൊല്ലിയോടുകൂടി എന്തായാലും ആ പാപം തീർന്നു കാണുമല്ലോ. ഇനി എന്തായാലും പാപം ചെയ്യാൻ പുള്ളി ജീവിച്ചിരിപ്പില്ല. 40ാം ദിവസം അച്ഛൻ പിന്നെയും വരും, വർഷാവർഷം പിന്നെയും വരും. എത്ര പ്രാവശ്യം വന്നാലും ഇയാൾ സ്വർഗത്തിൽ പോയോന്നോ പോകുമോന്നോ ഏതെങ്കിലും അഴിഞ്ഞോന്നോ ഇല്ലെന്നോ ഒന്നും ഒരു വാക്കും പറയാൻ ഇവരെ കൊണ്ട് കഴിയില്ല. സമ്മതിച്ചോ? മക്കള് യാഗം അർപ്പിച്ചാലും ഏതെങ്കിലും സമയത്ത് ഓക്കെ ആയിട്ടോ, ആള് സ്വർഗത്തിൽ എത്തിയിട്ടുണ്ട്, ഇനി വേണ്ട എന്ന് പറയാൻ ഒരിക്കലും ഇവർക്ക് ആർക്കും കഴിയില്ല. എന്ന് പറഞ്ഞാൽ യാതൊരു ഗ്യാരണ്ടിയിൽ ആണയില്ല. അതുകൊണ്ട് 7-ാം അധ്യായത്തിൽ, എബ്രായ ലേഖനത്തിന്റെ 7-ാം അധ്യായത്തിൽ പറയുന്നതാണ് 23-ാം വാക്യം. മരണം 20-ാം വാക്യം. അവർ ആണ കൂടാതെ പുരോഹിതനായി തീർന്നു. ഇവനോ നീ എന്നേക്ക് പുരോഹിതൻ എന്ന് കർത്താവ് സത്യം ചെയ്തു അനുദവിക്കുകയുമില്ല. 22-ാം വാക്യം. ആണ കൂടാതെ അല്ല എന്നതിന്
ഒത്തവണ്ണം വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായി തീർന്നു. അപ്പം യേശു പുരോഹിതനായത് ആണയോട് കൂടിയാണ്, മറ്റവരെല്ലാം ആണ ഇല്ലാതെയാണ്. അവർക്ക് ഒരു ഉറപ്പും നമുക്ക് തരാൻ പറ്റില്ല. 23-ാം വാക്യം, മരണം നിമിത്തം അവർക്ക് നിലനിൽപ്പാൻ മുടക്കം വന്നതുകൊണ്ട് പുരോഹിതന്മാരായി തീർന്നവർ അനേകരായിരുന്നു. ഇപ്പൊ ഒരു പുരോഹിതൻ വാക്ക് പറഞ്ഞാൽ പിന്നെ അടുത്ത ആഴ്ച ആ പുരോഹിതൻ കാണുകയില്ല. വാക്ക് പറഞ്ഞാൽ പോലും ആള് കാണുകയല്ലേ. ചിലപ്പോൾ അയാൾ നമ്മളെയൊക്കെ മുമ്പ് മരിച്ചു. ഈ ഒപ്പുറൂഷ്മ തന്നിട്ട് പോകുന്ന വഴിക്ക് വണ്ടിയിട്ട് ചിലപ്പോൾ മരിച്ചു വരും. അപ്പൊ പുള്ളിക്ക് ഒരു ഗ്യാരണ്ടിയും തരാൻ പറ്റില്ല ഒന്നിന്റെ കാര്യം. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. 24-ാം വാക്യം, ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഇപ്പൊ രണ്ടാമത്തെ കാര്യം പുരോഹിതൻ ചെയ്യുന്ന എന്തുവാ? യാഗമർപ്പിക്കുക മാത്രമല്ല, അവരെ രക്ഷിക്കാൻ വേണ്ടി അവൻ എന്നേക്കും ജീവിക്കുന്നവനായതുകൊണ്ട് അവർ പൂർണ്ണമായും രക്ഷപ്പെടുന്നത് വരെയും അവർക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് നമുക്ക് വേണ്ടി അവൻ പക്ഷപാതം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതൊരിക്കലും നിൽക്കുന്നില്ല. ഇതാണ് പുരോഹിതനെ ബേസ് ചെയ്തുള്ള രണ്ടാണകൾ. ഒന്ന് അവന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള യാഗവും, മറ്റൊന്ന് അവൻ ഇന്നും എനിക്ക് വേണ്ടി ചെയ്യുന്ന പക്ഷപാതവുമാണ്. അപ്പൊ അവിടെ നിന്നുകൊണ്ട് കർത്താവ് പറയാണ്, ചേസിനെ കൈവിടല്ലേ പിതാവേ. അപ്പൊ പിതാവ് പറയില്ല, കൈവിടും. അങ്ങനെ പറയല്ല. യേശുക്രിസ്തുവിന്റെ മധ്യസ്ഥതയെ മറികടക്കാൻ പിതാവ് ഒരിക്കലും ചെയ്യില്ല. കാരണം പുത്രൻ എന്തപേക്ഷിച്ചാലും പിതാവ് കേൾക്കും. അവിടെ ബോഷ്ക്ക് പറയാൻ കഴിയില്ല, അവിടെ ദൈവത്തിന് മാറാൻ കഴിയില്ല. അതുകൊണ്ട് യേശുക്രിസ്തു എന്ന മധ്യസ്ഥൻ അവിടെ ഉണ്ടെന്നുള്ളത് എനിക്ക് എന്നേക്കും നിലനിൽക്കുന്ന ഒരു ആണയാണ്. അവൻ എന്നെ പൂർണ്ണമായും രക്ഷിപ്പാൻ കഴിയുന്നവനാണ്. ഇതാണ് പ്രത്യാശ എന്ന് പറയുന്ന സാധനം. ഇത് ആത്മാവിന്റെ നങ്കൂരമാണ്. നിങ്ങൾക്ക് ദൈവാത്മാവ് ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം? അന്യഭാഷ പറയുന്നതുകൊണ്ട് അറിയാൻ പറ്റിയല്ല. പണ്ടൊക്കെ അറിയാൻ പറ്റുമായിരുന്നു, ഇപ്പൊ അറിയാൻ പറ്റിയല്ല. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് അന്യഭാഷ ആത്മാവില്ലാത്തവരും ഇഷ്ടം പോലെ പറയുന്നു. ആത്മാവില്ലാത്തവരും പറയുന്നുണ്ട്, ഇഷ്ടം പോലെ പറയുന്നുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. അന്യഭാഷ പറഞ്ഞ് ഭൂതം ഇളകി ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ പോകുന്ന ഒരു ചർച്ചിൽ സംഭവിച്ച കാര്യം. ഭൂതം ഇളകി കഴിഞ്ഞപ്പോൾ പാസ്റ്റർ ചോദിച്ചു, നീ ഇത്ര നാൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താന്ന് ചോദിച്ചോ? ആ സഹോദരി പറയാണ്, ഈ പാസ്റ്റർ മുടിഞ്ഞു പോട്ടെ, സഭ നശിച്ചു പോട്ടെ എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത് അന്യഭാഷയിൽ. ചുമ്മാ താളമടിച്ച് താളം മുറുകി കൺട്രോൾ പോയി അന്യഭാഷ പറയുന്നവരുന്ന ഒത്തിരി ഉണ്ട്. ദൈവാത്മാവ് പ്രാപിച്ച് ദൈവാത്മാവിൽ നിന്ന് അന്യഭാഷ പറയുന്നവർ ചുരുങ്ങി വരുവാണ്. ആ സത്യമാണ്. ഇന്ന് ആത്മാവിന്റെ കൃപാവരങ്ങൾ വളരെ 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 കുറഞ്ഞ് അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലും പിള്ളേർ ഇത് പ്രാപിപ്പിക്കണം എന്ന് പറഞ്ഞ് ചെണ്ട അടിച്ച് മൂപ്പിച്ച് എങ്ങനെയെങ്കിലും ഒക്കെ കിട്ടിപ്പിക്കാൻ നോക്കിപ്പിക്കുക. കാരണം ആത്മാവ് ഒരാളിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആത്മാവിന്റെ നങ്കൂരമുണ്ട്, പ്രത്യാശ. അതില്ലാതിരിക്കില്ല. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചവരായ നാം ഫസ്റ്റ് ദാനം വരുമ്പോഴേ ഈ സ്വർഗത്തെക്കുറിച്ചുള്ള ഞരക്കം ഒരാളുടെ ഉള്ളിൽ തുടങ്ങും. അത് ആത്മാവില്ലാത്ത ഒരാൾക്ക് സ്വർഗത്തെക്കുറിച്ച് ആഗ്രഹിക്കാൻ പറ്റിയല്ല. ഒരു ലൗകികനായ മനുഷ്യന് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കാനോ കർത്താവിനോട് ഇരിക്കണമെന്ന് മോഹിക്കാനോ പറ്റില്ല. കാരണം മറ്റു മതങ്ങൾ ഓഫർ ചെയ്യുന്ന പോലത്തെ ഒരു സ്വർഗമല്ല ഇത്. ഇവിടെ കർത്താവ് മാത്രമേ ഉള്ളൂ എൻജോയ് ചെയ്യാൻ. അത് ആത്മാവിൽ ജനിച്ചവർക്ക് മാത്രമേ അത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒരാളിൽ ആത്മാവ് ഉണ്ടോ എന്നുള്ളതിന്റെ ഏറ്റവും ഉറപ്പായ നങ്കൂരം, അതുകൊണ്ട് തന്നെ ആത്മാവിന്റെ നങ്കൂരം എന്ന് വിളിക്കുന്നത് ഈ പ്രത്യാശയെ. ആങ്കർ, ആത്മാവ് ആങ്കർ ഇട്ടിരിക്കുന്ന ഈ പ്രത്യാശ കൊണ്ട് തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്കാണ്. ആ ആങ്കറിലാണ് നമ്മുടെ ആത്മാവ് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രത്യാശയുടെ ഉറപ്പ് തോന്നുന്നില്ലെങ്കിൽ അതിനുള്ളൊരു കുഞ്ഞു വഴി ഞാൻ പറഞ്ഞുതരാം. കർത്താവേ നീ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചാൽ മതി. അതാ പറഞ്ഞ ശരണത്തിനായി ഓടി വരുന്ന എല്ലാവരും. നിങ്ങൾ 50 വർഷമായിട്ട് വിശ്വാസിയായിട്ടും പ്രത്യാശയിൽ ഉറപ്പിക്കപ്പെട്ടില്ലെങ്കിലും ഈ ആണ് നമ്മളോട് പറയുന്നത്, ശരണത്തിനായി ഓടി വരുന്ന ഒരുത്തിനും നശിച്ചു പോകില്ല. കാരണം സ്വർഗത്തിൽ ചെല്ലുമ്പം ന്യായവിധിയുടെ മുമ്പിൽ ഞാൻ നിന്നോട് ചോദിച്ചതല്ലേ നീ എനിക്ക് തന്നില്ലോ എന്ന് പറയേണ്ടി വരികയില്ല. ഒരിക്കലും പറയേണ്ടി വരികയില്ല. നിങ്ങൾ വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിനോട് രക്ഷയ്ക്കായി നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കർത്താവ് നിങ്ങൾ അതിനകത്താക്കിയിട്ടുണ്ടോ. അതൊരു വാഗ്ദത്തത്തിന്റെ ആണയാണ്. ഈ ആണ നമ്മൾ പ്രാപിച്ചേ പറ്റുള്ളൂ. ഉറപ്പ്. ഈ ഉറപ്പുണ്ടെങ്കിൽ ആകാശം ഇടിഞ്ഞു പോയാലും ഭൂമി ഇടിഞ്ഞു പോയാലും നമ്മൾ തൂങ്ങിക്കിടക്കുന്നത് തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്കുള്ള നങ്കൂരത്തിലാണ്. ഇവിടെ ഭൂമി തന്നെ ഇല്ലാതായാലും നമ്മുടെ ഈ നങ്കൂരത്തിന് ഒരു ഇളക്കവും വരികയില്ല, അല്ലേ? കടലിൽ എത്ര ഇളക്കം വന്നാലും നങ്കൂരം ഉറപ്പുള്ളതാണെങ്കിൽ അത് ആ അടിത്തട്ടിൽ തന്നെ ഇങ്ങനെ കിടക്കും.
അപ്പോ കൊറോണ വന്നാലും എന്ത് ലോകത്ത് സംഭവിച്ചാലും ഈ മറ്റേ വിശ്വാസം ഉണ്ടല്ലോ, നമ്മുടെ ഈ ലോകത്തിലെ രക്ഷയെക്കുറിച്ചുള്ള വിശ്വാസം, ആ വിശ്വാസം ഉണ്ടാക്കുന്ന അപകടം എന്താ ഞാൻ പറയാം. ആം, ഗൾഫ് രാജ്യത്തുള്ള ഒരു സഹോദരി എന്നെ ഒരു ദിവസം വിളിച്ചു. അവർ രണ്ടുപേരും, ഭർത്താവും ഭാര്യയും കൂടെ. അവർ വിളിച്ചതെന്നു വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ചർച്ചിൽ ഒരു സഹോദരിക്ക് ക്യാൻസർ 4th സ്റ്റേജില് പാലിയേറ്റീവ് കെയറിലാണ്. ഇവർക്ക് കാണാൻ പോകണം. അപ്പൊ കാണാൻ പോകുന്ന നേരത്ത് പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്റർ അവർക്ക് ഫെയ്ത്ത് ഒക്കെ എങ്ങനെയുണ്ട്, ധൈര്യം ഉറപ്പൊക്കെ ഉണ്ട്? പാസ്റ്റർ പറഞ്ഞു, ഭയങ്കര ഫെയ്ത്ത് ആണ്, നിങ്ങൾ ധൈര്യമായിട്ട് പോകണം. ഇവർ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവരുടെ ഫെയ്ത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാലിയേറ്റീവ് കെയറിൽ നിന്ന് ഞാൻ ആരോഗ്യത്തോടെ വെളിയിലിറങ്ങി വീണ്ടും വരുമെന്നുള്ളതാണ് ഇവരുടെ ഫെയ്ത്ത്. അപ്പൊ ഇതറിയാതെ ഈ സഹോദരിയോ സഹോദരനാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി നിങ്ങളാണോ ഞാനാണോ ആദ്യം കർത്താവിന്റെ അടുത്ത് പോകുന്നത് അറിയത്തില്ല, ഇപ്പോഴും അറിയില്ല. എന്തായാലും നമുക്കൊരു ഇളകിപ്പോകാത്തൊരു പ്രത്യാശ കർത്താവ് തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ അവിടെ ചെല്ലുമെന്ന് ഉറപ്പല്ലേ, ധൈര്യമല്ലേ, അതുകൊണ്ട് ധൈര്യമായിരിക്കെ എന്നൊരു വാക്ക് പറയാനാണ് ശ്രമിച്ചത്. ഉടനെ പാസ്റ്റർ തടഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തായി പറയുന്നത്, അവരുടെ ഉള്ള വിശ്വാസം എടുത്ത് കളയല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ സുഖമില്ലാതെ കിടക്കുന്ന ആരോട് എന്നാ സ്വർഗത്തിൽ പോകാൻ ഒരുങ്ങിക്കോളാൻ പറഞ്ഞ അർത്ഥം തന്നെ രക്ഷപ്പെടൂല എന്നല്ലേ? ആലോചിച്ചോക്കെ, എനിക്കറിയാവുന്ന ആളുകള് രക്ഷപ്പെടും, നാളെ കർത്താവ് വിടുതൽ തരാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്നിട്ട് വിടുതൽ വരാതാവുമ്പോൾ ശപിച്ച് ദേഷ്യപ്പെട്ട് കർത്താവ് എന്നെ കൈവിട്ടതാണേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പോകുന്നു ഞാൻ തൊട്ടടുത്ത് അറിഞ്ഞിട്ടുണ്ട്. കാരണം എന്തായാലും നമ്മൾ പോയേ പറ്റുള്ളൂ, ഐദർ ദിസ് വേ ഓർ ദാറ്റ് വേ. പക്ഷെ ഇളകാത്ത രാജ്യം പ്രാപിക്കാൻ നമ്മളെ വിളിച്ചിരിക്കുന്നു എന്നുള്ള പ്രത്യാശ നമുക്കുണ്ടെങ്കിൽ ഈ മരണത്തിന്റെ ഭയത്തെ തോപ്പിക്കാൻ നമുക്ക് പറ്റും. പിശാച് നമ്മളെ അടിമകളാക്കുന്ന മരണഭയം വെച്ചുകൊണ്ട്, മരിച്ചു പോകുന്നുള്ള പേടിയാണ് നമ്മളെ അടിമകളാക്കി വെച്ചിരിക്കുന്നത്. മരിച്ചാലും എനിക്ക് ഒന്നും ഇല്ലെന്ന് പറഞ്ഞാലോ? ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ പ്രത്യാശയുടെ ഉറപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രത്യാശയിൽ നമ്മൾ ജീവിക്കുമ്പം ആ പ്രത്യാശ എപ്പോഴും കണക്ട് ചെയ്യുന്നത് യേശു ക്രിസ്തുവിന്റെ തേജസ്സിലേക്കാണ്. ഓക്കെ, ഇപ്പൊ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. 26 മുതലുള്ള വാക്യം പെട്ടെന്ന് വായിക്കാം. 26 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. എന്തിനു വേണ്ടിയെന്നറിയോ? എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷവാദം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നതിന് അറിയുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നതാണെന്ന് അറിയും. അപ്പൊ ആത്മാവ് പ്രാർത്ഥിക്കുന്നതുകൊണ്ടല്ല നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ആത്മാവ് എന്ത് ചെയ്യുന്നു? നമ്മളറിയാതെ നമുക്ക് വേണ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എന്ത് സംഭവിക്കും? എല്ലാം നന്മയ്ക്കായി വ്യാപരിക്കും. എന്താ നന്മ? അടുത്ത വാക്യം 29-ാം വാക്യം. നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന നാം അറിയുന്നു. 29-ാം വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരങ്ങളിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻനിയമിച്ചിരിക്കുന്നു. അതാണ് നന്മ. നമ്മൾ പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ നമ്മൾ അംബാനിയെ പോലെയോ അല്ലെങ്കിൽ ബിൽ ഗേറ്റ്സിനെ പോലെയോ ഒക്കെ ആയേനെ. നമ്മൾ നിർത്തുവോ പ്രാർത്ഥന? ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് പൂർണ്ണമായ ഒരു ആരോഗ്യം തരണമേ. അപ്പൊ തന്നെ ആരോഗ്യം. അടുത്ത പ്രാർത്ഥന ഉടനെ വരും, കർത്താവേ എനിക്ക് നല്ല സൗന്ദര്യം തരണമേ. ഞാൻ ഫെയർ ആൻഡ് ലവ്ലി തേച്ച് മടുത്തു, എന്നെ സുന്ദരനാക്കണേ, അല്ലെ സുന്ദരിയാക്കണേ. ഉടനെ ദാ സുന്ദരിയായി, സുന്ദരനായി. എനിക്ക് 2 കോടി രൂപയുടെ ആവശ്യമുണ്ട്, പെട്ടെന്ന് തരണേ, ദാ വരുന്നു പണം. ഇങ്ങനെ കർത്താവ് നമ്മൾ ചോദിക്കുന്ന എല്ലാം തന്നിരുന്നെങ്കിൽ നമ്മൾ ആരായി മാറിയേനെന്നറിയോ? ഈ ലോകത്തിന്റെ പ്രഭുവായനെ. നമ്മൾ ഈ ലോകത്തിന്റെ പ്രഭു ആകാൻ പോകുന്നില്ല. ഒരുത്തനുള്ളതുകൊണ്ട് അവൻ അവിടെ കയറ്റില്ല. അത് 666 ആണെങ്കിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ ഒരു 66 ആകാൻ വേണ്ടിയുള്ള പരാക്രമമാണ് നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവൻ.
എന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത് നമ്മൾ അംബാനിയെ പോലെ ആക്കാൻ വേണ്ടിയല്ല, യേശു ക്രിസ്തുവിനെ പോലെ ആക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് പോലും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ആത്മാവ് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് ഉച്ചരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ ആത്മാവ് ഉച്ചരിക്കും. ആ ആത്മാവ് ഉച്ചരിക്കുന്നതനുസരിച്ചാണ് ദൈവം എല്ലാം നമുക്ക് തരുന്നത്. എന്തിനു വേണ്ടി തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നന്മ എന്ന് പറയുന്നത് നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവിനെ പോലെ ആയിരിക്കും എന്നുള്ളതാണ്. ആ നന്മ നമ്മളിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് കർത്താവ് ഓരോ പണികൾ നമുക്ക് തരുന്നത്. ഉദാഹരണത്തിന്, ഇന്നലെ വരെ എന്നോട് സ്നേഹമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഇന്ന് പെട്ടെന്ന് ശത്രുവായി. ഞാൻ ആലോചിക്കുക, കർത്താവ് എന്തിനാണ് അവൻ എങ്ങനെ ശത്രുവായി? നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നത്? കർത്താവേ അവന്റെ ശത്രുത്വം മാറ്റണമേ എന്നായിരിക്കും. പക്ഷെ ആത്മാവ് പ്രാർത്ഥിച്ചേക്കുന്നത് എങ്ങനെയായിരിക്കും അറിയോ? ആത്മാവ് പ്രാർത്ഥിച്ചേക്കുന്ന കർത്താവെ അവൻ ഭയങ്കര സ്നേഹമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ യേശുവിനെ പോലെ ആകണമെങ്കിൽ ശത്രുക്കളെ സ്നേഹിക്കണ്ടേ? ശത്രു വേണ്ടേ? ശത്രു ഇല്ലാതെ എങ്ങനെ ശത്രുക്കളെ സ്നേഹിച്ച് യേശുവിനെ പോലെ ആവും? അപ്പൊ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കണമെങ്കിൽ നമുക്ക് ശത്രുക്കൾ വേണം, വേണ്ടേ? ഇല്ലേ? ശത്രുക്കളെ തരാതെ നമുക്ക് ശത്രുക്കളെ സ്നേഹിക്കാന്നുള്ള കൽപ്പന അനുസരിക്കാൻ പറ്റുമോ? അപ്പൊ ദൈവം എന്തിനാ തന്നേക്കുന്നത്? നമ്മൾ അനുസരിക്കാൻ വേണ്ടിയാ. യേശുവിനെ പോലെ ആകാൻ അതേ ഉള്ളൂ വഴി. സ്നേഹിതന്മാരെ തന്നെ വന്ദനം ചെയ്യാൻ ഇഷ്ടം പോലെ ജാതികളുണ്ട്. എന്നാൽ നമുക്ക് ശത്രുവായിരിക്കുന്നവരെ സ്നേഹിക്കാൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിനെ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ചെയ്യുന്ന സൽപ്രവൃത്തികൾ വെളിപ്പെടണമെങ്കിൽ നമുക്ക് ശത്രുക്കൾ വേണം. അപ്പൊ എല്ലാ ശത്രുക്കളും അവർക്കൊന്ന് സ്തോത്രം ചെയ്ത് അവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ഉറപ്പാ, കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ട്. വാശിക്ക് സ്നേഹിക്കാനൊന്നും പറ്റില്ല. ആത്മാവ് വിശദീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്നേഹിക്കാൻ പറ്റൂ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആത്മാവ് തരുന്ന ഓരോന്നിനും ഉദ്ദേശമുണ്ട്. അതെല്ലാം നമ്മളെ ക്രിസ്തുവിനെ പോലെ ആക്കാൻ വേണ്ടിയാണ്. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കാന്ന് വിചാരിച്ചോ കർത്താവ് എനിക്കൊരു ഭവനം തരണമേ. നമ്മൾ ഭവനം എന്നേ പറയുള്ളൂ, വീടെന്നൊന്നും പറയരുത്. കർത്താവ് ഞങ്ങൾക്കൊരു ഭവനം തരണമേ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഭവനം തന്നേ പറ്റുള്ളൂ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് പറയും, ഇവനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മിഷണറി ആയിട്ട് അയക്കാൻ വേണ്ടി നമ്മൾ തെരഞ്ഞെടുത്തതാണ്. ഇവനിപ്പം എറണാകുളത്ത് കുറ്റിയടിക്കാനുള്ള പരിപാടിയാണ്. കർത്താവെ കൊടുക്കരുതേ എന്ന് ആത്മാവ് പറഞ്ഞാൽ, ഞരങ്ങിയാൽ, ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും വിടുതലെടുത്താലും എനിക്കിത് കിട്ടാൻ പോകുന്നില്ല. ഒരു വിടുതലില്ല ബ്രദർ. ദൈവകൃപയാണ് അതില്ലാത്തത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിടുതലല്ല ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കും. ഞങ്ങളുടെ ചർച്ചയിൽ ഒരു ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചർച്ചയിലല്ല ശുശ്രൂഷിക്കുന്നത്. അദ്ദേഹം കാനഡയിൽ എഞ്ചിനീയർ ആയിരുന്നു. പഠിച്ചത് അവിടെയാണ്. പഠിച്ച ഉടനെ ജോലി കിട്ടി. 3 മാസം ജോലി ചെയ്തു. 3-ാം മാസമായപ്പോ കർത്താവിന്റെ ആത്മാവ് അദ്ദേഹത്തെ ഇറാഖിലേക്ക് മിഷണറി ആയിട്ട് വിളിച്ചു. അവിടെ വിട്ടു. വീട്ടിൽ കടം, ചുറ്റും പ്രതിസന്ധി, അമ്മയ്ക്ക് ക്യാൻസർ. കർത്താവിന് പറഞ്ഞു, കർത്താവ് കടമൊന്ന് വീട്ടിട്ട്. കർത്താവ് പറഞ്ഞു ഒരു രക്ഷയില്ല. കലപ്പമേൽ അവിടെ വിട്ടു, അവിടെ ഇറങ്ങി. ഇറാഖിൽ പോയി 2 വർഷം സുവിശേഷം ചെയ്തു. ഇപ്പം നാട്ടിൽ ഒന്ന് കല്യാണം കഴിച്ചു. തിരിച്ചു പോകാനുള്ള പരിശ്രമത്തിലാണ്. ഇത് തേജസ്സിനെ മുൻനിർത്തിയാണ്, ഈ ലോകത്തിന്റെ അല്ല. PR വന്ന് കിടക്കുന്നു. ഞാൻ ചോദിച്ചു, PR എടുക്കുവാണെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റിലോട്ട് കയറാൻ കാനഡയുടെ ഒരു പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാണ്, നാളെ ആയാലും ഇന്ത്യയുടെ പേപ്പറിനേക്കാൾ. അപ്പൊ അദ്ദേഹം പറയാണ്, ഇറാഖിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായി പിന്നെ കാനഡയിലോട്ട് പോകണമെന്നൊരു പ്രലോഭനം കിടക്കും. ആ ബ്രിഡ്ജ് കത്തിച്ചു കളയുന്നതാണ് എനിക്ക് നല്ലത് എന്ന് പറഞ്ഞാൽ നാളെ തിരിച്ചു പോകാനൊരു പ്രലോഭനം ഉണ്ടാകരുത്. കാരണം എന്താ? ദൈവം ഉദ്ദേശിക്കുന്ന ഒരു തലത്തിൽ ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പങ്കാളിയാകുവാനുള്ള ഒരു ക്ഷണം നമുക്കുണ്ട്. അത് ഈ ലോകത്തെ നമ്മൾ വ്യർത്ഥമായി കണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ആ ഒരു തലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്നും ഈ മണ്ണിനോട് മുഷ്ടിയുദ്ധം ചെയ്യുന്നവരും മോഹിക്കുന്നവരായിട്ട് അവശേഷിക്കും. അപ്പൊ അദ്ദേഹം ഇവിടെ ഇരുന്ന് കുത്തിയിരുന്നോണ്ട് എനിക്ക് എറണാകുളത്ത് ഒരു വീട് തന്നതിനായിട്ട് സ്തോത്രം എന്ന് പറയുന്ന ആലോചിക്കുക എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ മിഷൻ സംഘടന ആവശ്യപ്പെട്ടൊരു 3-4 മാസം ഇവിടെ ഒരു ഈ യൂത്ത്സിനോട് ഈ സുവിശേഷ വേലയെ കുറിച്ച് പറയാൻ പറ്റുമോ? അതായത് ഞങ്ങളുടെ ചർച്ചുമായിട്ട് കോർഡിനേറ്റ് ചെയ്തവര് ഒരു പ്രോഗ്രാം നടത്തിയായിരുന്നു. ഇറാഖിലും അങ്ങനെയുള്ള മുസ്ലിം രാജ്യങ്ങളിലെ സുവിശേഷ വേല ചെയ്യാൻ വേണ്ടി. നിങ്ങൾക്ക് വേണമെങ്കിലും പോവാം, 15 ദിവസം പോയി സുവിശേഷ വേല ചെയ്തിട്ട് വരാം. ആ ടൂറല്ല കേട്ടോ, നല്ല കഷ്ടപ്പാടാണ്. തിരിച്ചു വരുമെന്ന് ഉറപ്പൊന്നുമില്ല.
പക്ഷെ ലോകം അന്യമെന്ന് കണ്ടാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പ്രാവശ്യം പക്ഷെ ഞങ്ങൾ പലരും പ്രിപ്പയർ ആയിട്ടും പോകാൻ പറ്റിയില്ല. ഞാനില്ലായിരുന്നു, എൻ്റെ കുടുംബത്തിലുള്ള പലരും. പക്ഷേ സഭയിലുള്ള പലരും പരിശ്രമിച്ചു. പക്ഷേ ഈ പ്രാവശ്യം ഓക്കെ ആയില്ല, ഈ കോവിഡ് ഒക്കെ കാരണം. സോ ദേ ആർ അഗൈൻ ഗോയിങ് നെക്സ്റ്റ് ടൈം. ഞാനിത് പറയാൻ കാരണം, കർത്താവിന് അങ്ങനെയുള്ള ഒരു കൂട്ടം ജനത്തെ ദൈവം ഒരുക്കുന്നുണ്ട്. അപ്പൊ പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പ്, അപ്പൊ ദൈവത്തിന്റെ ആത്മാവിന്റെ ഞരക്കങ്ങൾ, നമ്മുടെ ഉള്ളിലുള്ള ഞരക്കം കർത്താവിന്റെ വരവിന് വേണ്ടിയാണെങ്കിൽ, ആത്മാവിന്റെ ഞരക്കം എന്താണെന്നറിയോ? നമ്മളെ കർത്താവിനെ പോലെ ആക്കാൻ വേണ്ടിയുള്ള ഞരക്കമാണ്. അതനുസരിച്ച് ആത്മാവ് പ്രാർത്ഥിക്കും. സൃഷ്ടി എന്തിനാ ഞരങ്ങുന്നത്? മൂന്നാമത് അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, അതും നമ്മുടെ തേജസ്സിന് വേണ്ടിയാണ് ഞരങ്ങുന്നത്. അപ്പം നമ്മളായാലും സൃഷ്ടിയായാലും ദൈവാത്മാവായാലും ഒറ്റ കാര്യത്തിന് വേണ്ടി ഞരങ്ങുന്നത്, ദൈവമക്കളുടെ വെളിപ്പെടുത്തൽ, റെവലേഷൻ ഓഫ് ദ സൺ ഓഫ് ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. നമ്മൾ തേജസ്സിൽ വെളിപ്പെടുന്ന കാണാൻ വേണ്ടിയുള്ള ഞരക്കമാണ് ആത്മാവ് നമ്മുടെ ഉള്ളിൽ ചെയ്യുന്നത്. ആത്മാവിന്റെ ശുശ്രൂഷ വന്നാൽ ഉടനെ ലോകകാര്യങ്ങളല്ല അത് പറയുന്നത്, അത് പറയുന്നത് സ്വർഗരാജ്യത്തിലെ മർമ്മങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ പ്രത്യാശയെക്കുറിച്ച് ഏകദേശം നിങ്ങൾ ചിന്തിച്ചു തുടങ്ങി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിന്റെ ഉറപ്പിനെയാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത്. ഇഫ് യു ഗെറ്റ് ദാറ്റ് അഷുറൻസ് ഫ്രം ദാറ്റ് ആണ, ഓത്ത്, ദൈവത്തിന്റെ ആണയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഉറപ്പ് പ്രാപിക്കാൻ പറ്റുന്നുണ്ടോ? കർത്താവെ, നീ വാക്കിൽ വിശ്വസ്തനായതുകൊണ്ട് മാത്രം ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ നിന്റെ കൂടെ സ്വർഗത്തിലിരിക്കും, തേജസ്സിലിരിക്കും. ദ ഓൺലി തിങ് ഈസ് ദാറ്റ് യു ആർ ട്രസ്റ്റ് വർത്തി, യു ആർ ഫെയ്ത്ത്ഫുൾ, ആൻഡ് യു വിൽ ഫുൾഫിൽ യുവർ പ്രോമിസ് ഓഫ് സാൽവേഷൻ. ഒരൊറ്റ കാരണത്താൽ ഞാൻ വിശ്വസിക്കുന്നു, ഐ വിൽ ബി ദേർ. ഈ നങ്കൂരം എന്ന് പറയുന്നത് അതില്ലാതെ നമുക്ക് വിശദീകരിക്കപ്പെടാൻ പറ്റില്ല. അതാണ് യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ കണ്ടത്. ഈ പ്രത്യാശയുള്ളവൻ അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എവറസ്റ്റ് ഒക്കെ കയറാൻ പോകുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? ആദ്യം ഒരു പിക്കാക്സ് പോലുള്ളൊരു സാധനം, അതിനെന്താ പറയുന്നത് എനിക്ക് അറിയത്തില്ല, ഒരു കൊളുത്തെടുത്ത് അവരിങ്ങനെ മുകളിലോട്ട് എറിഞ്ഞു പിടിപ്പിക്കും, അല്ലേ? എന്നിട്ട് ആ കമ്പിയിൽ പിടിച്ചാണ് കയറുന്നത്, അല്ലേ? അപ്പൊ അതവിടെ ഹുക്കായില്ലെങ്കിലോ ഒരിക്കലും ഇവിടുന്ന് പൊങ്ങാൻ പറ്റില്ല, ചാടാൻ മാത്രമേ പറ്റുള്ളൂ. ചാടിയ ചിലപ്പം നിലയില്ലാത്തടത്ത് വീണെന്നും വരാം. അവിടെ ഉറപ്പിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് കാല് പറിക്കാൻ പറ്റുള്ളൂ. കാല് പറിക്കണമെങ്കിൽ നമ്മൾ ഈ പ്രത്യാശ എന്ന നങ്കൂരത്തിൽ തൂങ്ങിയിരിക്കണം. അതല്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഞങ്ങൾക്ക് 4 മക്കളാണ്. അതിൽ 3 പേര് അഡോപ്റ്റഡാണ്. ഞങ്ങൾ ആന്ധ്രയിൽ 10 വർഷം മിഷണറിമാരായിരുന്നു. അപ്പൊ അവിടെ എയ്ഡ്സ് ഓർഫൻസ് ആയി പോയ, പേരൻസ് എയ്ഡ്സ് ആയിട്ട് മരിച്ചുപോയ 3 പിള്ളേരാണ്. അതിൽ ഒരാൾ HIV പോസിറ്റീവാണ്. ഒരു മോള്, അവള് ചെറുപ്പത്തിലെ ഇപ്പോഴും ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. അവൾക്ക് ഇതിന് ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞ പ്രോബ്ലം ഉണ്ട്. പഠിക്കാനൊക്കെ പ്രയാസമാണ്, പഠിക്കുന്നില്ല. പക്ഷെ ജീവിക്കാനുള്ള നല്ല കാര്യഗൗരവമുണ്ട്, അത് പഠിക്കാൻ പറ്റും. അപ്പോ ചെറുപ്പത്തിലെ എല്ലാ പിള്ളേർക്കും ചോക്ലേറ്റ് കൊടുക്കുമ്പോൾ ഇവൾക്കും ചോക്ലേറ്റ് കൊടുക്കും. പക്ഷെ ഇവള് കഴിക്കില്ല, മാറ്റി വെക്കും. എല്ലാരും കഴിച്ചു കഴിയുമ്പോൾ ഇവള് ചോക്ലേറ്റ്, എല്ലാരും കഴിച്ചു കഴിയുമ്പോൾ ചോക്ലേറ്റ് എടുക്കും. അപ്പൊ ഒരു 2-3 ദിവസം കണ്ടപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ ഇന്ന് ഈ ചോക്ലേറ്റ് ആദ്യം തീർക്കാമെങ്കിൽ നിനക്ക് വലിയൊരു ചോക്ലേറ്റ് ഞാൻ തരാം. അവളന്ന് റാപ്പർ അടിക്കുന്ന പോലും ആരും കണ്ടില്ല, അത്ര ഫാസ്റ്റ് ആയിരുന്നു. ഞാനിത് കണ്ടുകൊണ്ടിരുന്നപ്പം എൻ്റെ ഉള്ളിലൊരു ചിന്തയുണ്ട്. നമ്മുടെ ഈ ലോക ജീവിതമാകുന്ന ചോക്ലേറ്റ് എപ്പോൾ തീരുമെന്ന് അറിയാൻ വയ്യ. ഒരു ചോക്ലേറ്റ് ഉണ്ട്, ഇത് കഴിഞ്ഞ് എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ ഇത് എങ്ങനെയെങ്കിലും നുണയണമെന്നാണ് നമ്മുടെ ആഗ്രഹം, തീർന്നു പോകല്ലെന്ന് ആഗ്രഹം. അത് അപ്പുറത്തെ കവിളത്തിട്ട് ഇപ്പുറത്തെ കവിളത്തിട്ട് പല്ല് തൊടാതെ സൂക്ഷിച്ച് ഒരെണ്ണമുള്ള ആകെ. അത് വെന്റിലേറ്ററിൽ കിടക്കുവാണെങ്കിലും ഒരു 2 ശ്വാസം കൂടെ കഴിഞ്ഞിട്ട് പോവാം, കാരണം അപ്പുറത്ത് എന്താന്ന് ഒരു പിടിയില്ല. 108, ഞാനൊരു ചർച്ച ചെന്ന്, കേരളത്തിൽ പ്രശസ്തമായ ചർച്ച, 108 എന്താ എങ്ങനെ ചോദിച്ചു, മരിക്കാൻ പേടിയുണ്ടെന്ന് ചോദിച്ചപ്പോൾ 108 വയസ്സുള്ള ഒരു അങ്കിളെ കൈവക്കെ, അപ്പച്ചൻ, മരിക്കാൻ പേടിയുണ്ടെന്ന് ഉണ്ട്. സത്യം പറഞ്ഞത്. അപ്പൊ ഇത് കഴിഞ്ഞ് എന്തെന്ന് അറിയാൻ വയ്യ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും?
ഓ ഈ ഷർട്ട് അത്ര പോരാ ബ്രദറെ എന്ന് പറയുന്നുണ്ടെന്നല്ലോ. ചോക്ലേറ്റിന്റെ രുചി ശരിക്കും ആയില്ല, ആകെ ഒരു ജീവിതം ഉള്ളൂ. അപ്പൊ നമ്മൾ രുചി മാക്സിമം എടുക്കണമെങ്കിൽ കുറച്ചുകൂടെ വലിയ സ്ക്രീൻ വേണം, കുറച്ചും കൂടെ വലിയ 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 കാറ് വേണം. ആ രുചി ഊറ്റിയെടുക്കാൻ പറ്റണമെങ്കിലേ കുറച്ചും കൂടെ നല്ല അപ്പിയറൻസ് വേണം. ജീവിതത്തിൽ ജയിക്കണം എങ്കിലല്ലേ ഈ ചാർ ഊറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഇതാ നമ്മൾ ചിന്തിക്കുന്നത്. ഈ ചാർ ഊറ്റിയെടുക്കാനുള്ള പരിപാടിയാണ് എല്ലാ ലോക സ്നേഹത്തിന്റെ ആധാരം. എന്നാൽ നിങ്ങൾ ഒരു നിമിഷം ആലോചിച്ച് നോക്കിയേ, കർത്താവ് വലിയൊരു ചോക്ലേറ്റ്, ഓരോ നിമിഷവും ടേസ്റ്റ് കൂടിക്കൂടി വരുന്ന ഒരു ചോക്ലേറ്റുമായിട്ട് നമുക്ക് വേണ്ടി അപ്പുറത്ത് കാത്തിരിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നാരങ്ങ മിഠായി കിട്ടിയിട്ട് നമ്മൾ എപ്പോഴും ഓടിച്ചു ചെല്ലുമായിരുന്നു. ഒരു കാര്യമാക്കത്തില്ല. പക്ഷെ നമ്മളിത് കാര്യമാക്കാൻ കാരണം എന്താണെന്നറിയോ? ഈ പ്രത്യാശയുടെ വാഗ്ദത്തം നമുക്ക് കിട്ടിയില്ലാത്ത. ഓക്കെ, അപ്പൊ പ്രത്യാശ എടുത്തു കളയുന്ന അല്ലെ പ്രത്യാശയെ വഴിതെറ്റിക്കുന്ന മോഹങ്ങളിലേക്ക് നയിക്കുന്ന പ്രസംഗങ്ങളെയും അതേ ഉള്ളൂ കേട്ടോ ഇന്ന്. അതുകൊണ്ട് ആരെയും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സൂക്ഷിച്ചു കൊള്ളുക. കാരണം ഇതും നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കണം ഒരു ഞാൻ ഈ പറയുന്നതൊന്നും 2 ദിവസം കഴിയുമ്പോൾ നിലനിൽക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. അനേകം കാക്കകൾ ഒന്ന് കൊത്തിപ്പറിക്കൊണ്ട് പോകും. ഒരു ദിവസം കേൾക്കുന്നതായിരിക്കില്ല, നിങ്ങൾ അടുത്ത ദിവസം കേൾക്കും. പക്ഷെ എന്നോട് ജീവൻ ഉള്ളിടത്തോളം ഇത് പറഞ്ഞുകൊണ്ടിരുന്നോളാം പറഞ്ഞിട്ട് അവിടെ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വിശ്വാസികൾ ആരെങ്കിലും എന്തെങ്കിലും ഇത്തിരി വൈബ്രേഷനിൽ ഉറക്കെ പറഞ്ഞാൽ ഉടനെ പ്രൈസലോട് അറിയാതെ പറഞ്ഞു പോകുന്ന കൂട്ട ആൾക്കാരാണ്. എന്താന്ന് പോലും അറിയില്ല. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പാസ്റ്റർ എന്തോ കാര്യമായിട്ട് പറഞ്ഞു കാണും എന്ന് വിചാരിച്ച് ഹല്ലേലൂയ പറയുന്നവരുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, യേശുക്രിസ്തു മരണസമയത്ത് ദൈവം അല്ലായിരുന്നു എന്നൊരു മഹാൻ പ്രസംഗിച്ചിട്ട് വലിയ വലിയ പണ്ഡിതന്മാരുന്ന സദസ്സിൽ എല്ലാവരും ഹല്ലേലൂയ എന്ന് പറഞ്ഞു. അത് പുള്ളി വൈബ്രേഷനിൽ പറയാൻ പുള്ളിക്ക് ഒരു കഴിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറ്റിയത്. എന്താണെന്ന് ആരും ശ്രദ്ധിച്ചില്ല. ഒരു ബ്രെയിൻ വാഷ്ഡ് ആയിട്ട് ഇങ്ങനെ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മളെ ചതിക്കുവാൻ പലതരത്തിലുള്ള ഉപായങ്ങൾ വരും. ഒരിക്കലും ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുന്ന പ്രത്യാശയെ കൈവിടുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. ആ പ്രത്യാശയെ മുറുകെ പിടിക്കുവാൻ ദൈവം നിങ്ങൾ എല്ലാവരെയും സഹായിക്കട്ടെ. നിർത്താൻ പോലാട്ടോ. അപ്പൊ പ്രത്യാശയുടെ ഉറപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിശ്വാസം എന്ന് പറയുന്നത്. അത് വിശ്വാസത്തിന്റെ ഒന്നാമത്തെ ഭാഗമേ ആകുന്നുള്ളൂ. ഫസ്റ്റ് ഹാഫ് ഓഫ് ഫെയ്ത്ത്. ഫെയ്ത്ത് എന്നതിന്റെ നിർവചനത്തിന്റെ ഒന്നാം ഭാഗം. ഓക്കെ, വിശ്വാസത്തിന്റെ ഉറപ്പ്. ഇനി രണ്ടാമത്തെ ഭാഗം, അത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. തിങ്സ് നോട്ട് സീൻ. ഇല്ലാത്ത കാര്യവും കാണാത്ത കാര്യവും രണ്ടും രണ്ടാണ്. ഇല്ലാത്ത കാര്യം എന്താണ്? ഇപ്പോ നിങ്ങളുടെ വീട്ടിലേക്ക് നോക്കിയിട്ട് ഇല്ലാത്ത കാര്യം എന്താണെന്ന് നോക്കി. ഇല്ലാത്ത ഒരു കാര്യം കാണുകയല്ല, എല്ലാം കാണും അല്ലെ? ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ് മിക്കവാറും. ഇല്ലാത്ത കാര്യം, സപ്പോസ് കാറില്ല, വീടില്ല എന്ന് വെച്ചോ, ജോലി ഇല്ല എന്ന് വെച്ചോ. കാർ വരും, ജോലി വരും, വീട് വരും. ഇതെല്ലാം ഇല്ലാത്ത കാര്യങ്ങളുടെ ഉറപ്പാ അല്ലെ? ഉള്ള കാര്യം എന്താ? കാണാത്ത കാര്യം. ഉണ്ട് പക്ഷെ കാണുന്നില്ല. എന്തോ? കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്, നമ്മൾ കാണുന്നില്ല. അത് ഇല്ലാത്ത കാര്യമല്ല, ഉള്ള കാര്യമാണ്, കാണുന്നില്ലാത്ത കാര്യമാണ്. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് ഇല്ലാത്ത കാര്യം ഉണ്ടാക്കുന്നതാണോ, കാണാത്ത കാര്യം കാണുന്നതാണോ? എന്താ നിർവചനം? ആശിക്കുന്നതിന്റെ ഉറപ്പും ഇല്ലാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്നാണോ, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്നാണോ? കാണാത്ത കാര്യങ്ങൾ എന്നല്ലേ? എന്നോട് വേണമെങ്കിൽ നോക്കിയോ. അപ്പൊ ഇല്ലാത്ത ഒരു സാധനത്തെ കൊണ്ടുവരുന്നതല്ല രക്ഷാകരമായ വിശ്വാസം. നമുക്കായി മുന്നൊരുക്കിയിരിക്കുന്ന ക്രിസ്തുവിനെ കാണുന്നതാണ്. ക്രിസ്തുവിൽ ഞാൻ എന്നെ കാണുന്നതാണ്. നിത്യ പ്രത്യാശയിൽ ഞാൻ എന്നെ കാണുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇല്ലാത്ത കാര്യമല്ല, കാണാത്ത കാര്യം. 2 കൊരിന്ത്യർ 4:18 കാണാതെ പഠിക്കാൻ പറ്റിയ വാക്യമാണ്. 2 കൊരിന്ത്യർ 4:18. ഞങ്ങൾ കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം.
അപ്പൊ കാണാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യങ്ങളാ? തിരശീലയ്ക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ. നമ്മുടെ നങ്കൂർ അവിടെ ഇരിക്കുന്നത്. അപ്പൊ കാണാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള നിശ്ചയമാണ്, എവിഡൻസസ് ആണ് നിത്യതയെ കുറിച്ചുള്ള എവിഡൻസ്. നിത്യത എന്ന് പറഞ്ഞാൽ ടൈമിന് അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. ടൈമിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറയാൻ സമയമില്ലെങ്കിലും ചുരുക്കി ഞാൻ പറയാം എന്താണ് നമ്മുടെ കണ്ടന്റ് ഓഫ് ഫെയ്ത്ത് എന്നുള്ളതിന്റെ രണ്ടാമത്തെ ഭാഗം. ഓക്കെ, സമയം ഉണ്ടാകുന്നതോടുകൂടിയാണ് ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത്. ആദിയിൽ, ഇൻ ദ ബിഗിനിങ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിനു മുമ്പ് സമയമില്ല, അനാദിയാണ്. അവിടുന്ന് ടൈം ഉണ്ടായി. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് ദ എർത്ത്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഓക്കെ, അപ്പൊ ടൈം, സ്പേസ് ആൻഡ് മാറ്റർ ഒന്നിച്ചുണ്ടായി. അതിനു മുൻപ്, ആകാശവും ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ്, സമയം ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവം ഒരു കാര്യം ചെയ്തായിരുന്നു. അതിനാണ് നമ്മൾ നിത്യത എന്ന് പറയുന്നത്, എറ്റേണിറ്റി, അനാദി. എന്താ ചെയ്തെന്നറിയോ? എഫേസ്യർ 1:4 പറയുന്നു, നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. ഇൻ ക്രൈസ്റ്റ്. അതാണ് നിത്യത, ക്രിസ്തുവിൽ. അതെപ്പോ സംഭവിച്ചു? സമയം ഉണ്ടാകുന്നതിന് മുമ്പ് സംഭവിച്ചു. ഓക്കെ, അപ്പൊ സമയം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ എവിടെയുണ്ട്? ക്രിസ്തുവിലുണ്ട്. ഞാൻ അത് കാണിച്ചു തരാം. എന്റെ പേഴ്സാണ്. ഈ പേഴ്സിൽ എന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. ഓക്കെ, ഇതിനകത്ത് വെച്ചു, പേഴ്സിൽ വെച്ചു. നമ്മൾ എവിടെ ഉണ്ട്? എഫേസ്യ ലേഖനം 1:4 അനുസരിച്ച് നമ്മൾ എവിടെയുണ്ട്? ക്രിസ്തുവിൽ. ഈ കാർഡ് എവിടെയുണ്ട്? പേഴ്സിൽ. ഈ പേഴ്സ് എവിടെ പോയാലും കാർഡ് അതിന്റെ കൂടെ പോകും. ഇപ്പൊ ക്രിസ്തു എവിടെ പോയാലും നമ്മളും പോകും. സമ്മതിച്ചോ? ഇത് കാണാത്ത കാര്യമാണ്, ഇറ്റേണിറ്റി സംഭവിച്ച കാര്യമാണ്, തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് നടന്ന കാര്യമാണ്. അപ്പൊ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മൾ എവിടെ ആയിരുന്നു? റോമാലേഖനം 6:6. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടത് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. 6:7. റോമാലേഖനം 6:6-7. 2 കൊരിന്ത്യർ 5:14. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്ന്. അപ്പൊ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ നമുക്ക് എന്ത് സംഭവിച്ചു? നമ്മളും എല്ലാവരും മരിച്ചു. മരിച്ചോ? ഇതാണ് ഫെയ്ത്ത്. കാഴ്ചയിൽ നോക്കിയാൽ നമ്മൾ മരിച്ചിട്ടില്ല, പക്ഷെ വേദപുസ്തകം പറയുന്നു ക്രിസ്തുവിൽ നമ്മളെല്ലാം മരിച്ചു. അത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത് ഇങ്ങനെയാണ്. എനിക്ക് 4 പിള്ളേരുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഈ 4 പേർക്ക് ഞാൻ സ്കൂളിൽ കൊണ്ടുപോയി ഫീസ് അടച്ചു. ഫീസ് അടച്ചത് ഞാനാ, പക്ഷെ രസീത് കിട്ടുന്ന ആർക്കാ? പിള്ളേർക്കാ. പിള്ളേരുടെ പേരിലേ വരുള്ളൂ രസീത്, അവരുടെ പേരെ അതിനകത്ത് എൻ്റർ ചെയ്തിട്ടുള്ളൂ. അതുപോലെ കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചതെങ്കിലും മരിച്ചു എന്നുള്ള രസീത് നമുക്ക് എല്ലാവർക്കും കിട്ടിയേക്കുന്നു. കാരണം എന്താ? നമ്മൾ അവനിൽ ഉണ്ടായിരുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ പാപസംബന്ധമായി മരിച്ചു, ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു. അവൻ മരിച്ചപ്പോ ഞാനും മരിച്ചു. ചുരുക്കി പറഞ്ഞാൽ കാൽവരി ക്രൂശിൽ അദൃശ്യമായ കാര്യമാണ് കേട്ടോ, കാണാൻ പറ്റാഞ്ഞ. കാൽവരി ക്രൂശിൽ യേശുക്രിസ്തു മരിക്കുമ്പോൾ അതിനപ്പുറത്തും ഇപ്പുറത്തും ഓരോ കള്ളന്മാർ മരിക്കുന്ന ലോകം മുഴുവൻ കണ്ടു. എന്നാൽ നടുവിലത്തെ ക്രൂശിൽ, യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ എന്നെ പോലെയുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കള്ളന്മാർ മരിച്ചു. അതാരും കണ്ടില്ല. കാണാത്ത കാര്യം. നിങ്ങൾ മരിച്ചു എന്ന് ഒരു നിമിഷം ഒന്ന് വിശ്വസിച്ച്. റോമാലേഖനം 6:11 പറയുന്നു, നിങ്ങൾ ഇനി പാപസമയം മരിച്ചവരായി കണക്കിടാൻ, അക്കൗണ്ട് ചെയ്യാൻ.
ക്രിസ്തുവിനായി ജീവിക്കുന്നവരായും പാപസംബന്ധമായി മരിച്ചവരെന്ന് നിങ്ങളെ തന്നെ എണ്ണുവിൻ. കൗണ്ട് യുവർ സെൽഫ് ആസ് ഡെഡ്. ഇതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. വിശ്വാസത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ മരിച്ചവരായി, ലോക സംബന്ധമായി ലോകത്തോടും സകലത്തിനോടും മരിച്ചവരായി നമ്മൾ എണ്ണുക ചെയ്യുന്നത്. ഇനി തെളിവ് വേണം അല്ലെ? ശരിക്കും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്നല്ല വാക്ക്, തെളിവെന്ന്. എന്താണ് നമ്മൾ മരിച്ചു എന്നുള്ളതിന്റെ തെളിവ്? യേശുക്രിസ്തു മരിച്ചോന്ന് എങ്ങനെ ആൾക്കാർക്ക് മനസ്സിലായത്? ഫൈനലി ഒരു കുന്തം എടുത്ത് വിലാപ്പുറത്ത് കുത്തി നോക്കിയല്ലേ അല്ലേ മനസ്സിലായത്. അപ്പൊ യേശുവിന്റെ കൂടെ നമ്മൾ മരിച്ചോന്ന് എങ്ങനെ അറിയാം? ആരെങ്കിലും കുത്തി നോക്കിയാ പോരെ? ആരുടെ എന്നെ കുത്തുന്ന ചോദിച്ചാൽ ഞാൻ മരിച്ചിട്ടില്ല. അവനെന്നെ കുത്തുവാ പാസ്റ്ററെ എന്ന് പറഞ്ഞാലും മരിച്ചിട്ടില്ല. മരിച്ചാ പിന്നെ പരാതിയില്ല. എന്നെ ബഹുമാനിച്ചില്ലെന്നോ, എനിക്കൊരു അവസരം തന്നില്ലെന്നോ, എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചില്ലെന്നോ, ചത്ത് കിടക്കുന്നവന് വല്ല പരാതി ഉണ്ടോ സഹോദരങ്ങൾ? എന്നെ പാസ്റ്ററേന്ന് വിളിച്ചില്ലെന്നോ, എന്നെ റവയാക്കിയില്ലെന്നോ, എനിക്ക് ഓർഡിനേഷൻ തന്നില്ല, മരിച്ചു കിടക്കുന്നതിന് വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. എന്റെ ഭാര്യയ്ക്ക് എന്നോട് ഒരു സ്നേഹമില്ല, ഭർത്താവിനോട് ചത്ത് കിടക്കുന്നതിന് എന്ത് സ്നേഹിക്കാൻ? എന്തിനാ പരാതി? പക്ഷെ ജോർജ് മുള്ളർ പറഞ്ഞ ഞാൻ രക്ഷപ്പെട്ട എങ്ങനെയാണെന്നറിയോ? ഒരു ദിവസം ഉണ്ടായിരുന്നു, there was a day when I died. ഒരു ദിവസം രാവിലെ എനിക്ക് മനസ്സിലായി ഞാൻ ചത്തു. പിന്നെ പിള്ളേര് കിടന്ന് ബഹളം വെച്ചാലും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, മരണം അഭിനയിച്ചകളെ നമ്മൾ ഭയങ്കര ബിരുദന്മാരാ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മരിച്ചു, ഞാൻ മരിച്ചു എന്ന് പറഞ്ഞിരിക്കും. അത് മരണമല്ല. ശരിയായിട്ടും ക്രിസ്തുവിന്റെ മരണത്തിന്റെ സദൃശത്തോട് നമ്മൾ ഏകീഭവിച്ചവരായാൽ, പുനരുത്ഥാനത്തിന്റെ സദൃശത്തോട് ഏകീഭവിച്ചെങ്കിൽ മാത്രമേ അത് ക്രിസ്തുവിലുള്ള മരണം എന്ന് പറയാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഞാൻ ക്രൂശിലാണെങ്കിൽ എന്റെ ഉള്ളിൽ ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടും. അതായത് സ്നേഹം ഉള്ളിൽ നിന്ന് വരും. എന്നെ ക്രൂശിലിട്ട ആളോട്. മരിച്ചോ നിങ്ങൾ ക്രിസ്തുവിൽ? ഒരു ഭർത്താവ് എന്നും ഭാര്യയ്ക്കിട്ട് ഇടിയ, അന്നും പോയി ഇടിച്ചു, പക്ഷെ എന്നും ഭാര്യ തിരിച്ച് നല്ല തട്ട് തട്ടും. പക്ഷെ ഇന്ന് മിണ്ടുന്നില്ല. എന്താ കാര്യം? മരിച്ചു എന്ന് മനസ്സിലായി. ഇനി മിണ്ടാൻ പറ്റുന്നില്ല. ഡൈഡ്. ഇങ്ങനെ മരിക്കാൻ പറ്റുമോ? ക്രൂശിൽ മാത്രമേ അത് പറ്റുള്ളൂ. ക്രൂശിൽ മാത്രമേ മരണമുള്ളൂ. അവന്റെ ക്രൂശിനോട് ചേർത്ത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു ക്രൂശുകളിലെല്ലാം നമുക്ക് മരിക്കാം. നിങ്ങൾക്ക് ആരുടെയെങ്കിലും ക്ഷമിക്കാൻ പറ്റാത്ത ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ? അതാ നിങ്ങളുടെ ക്രൂശ്. അവിടെ അങ്ങ് മരിച്ചേക്കുക. പിന്നെ ജീവിക്കുന്ന ക്രിസ്തുവാണ്. നാണം കെട്ടാലും കുഴപ്പമില്ല. ചത്തു കഴിഞ്ഞാൽ പിന്നെ നാണം കെട്ടാനും കുഴപ്പമില്ല. ഇതാ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഫെയ്ത്ത് എന്ന് പറയുന്നത് എനിക്ക് എന്താ വലിയ കാർ കിട്ടുന്നുള്ളതല്ല. ഫെയ്ത്ത് എന്ന് പറയുന്നത് ഞാൻ മരിച്ചു, ക്രിസ്തു എനിക്ക് പകരം ജീവിക്കുന്നുള്ള ഫെയ്ത്ത്. അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. When we die with Christ, it's no longer I, but Christ who lives in me. It is Christ who lives in me by faith. വിശ്വാസത്താൽ ക്രിസ്തു ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുകയാണ്. വിശ്വാസത്താൽ നമ്മൾ എന്തിനാ പിടിക്കുന്നത്? നിത്യതയെ പോലും അല്ല, വിശ്വാസത്താൽ നമ്മൾ പിടിക്കുന്ന ക്രിസ്തുവിനെ തന്നെയാണ്. ഞാനല്ല, ക്രിസ്തു അത്രേ. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നു, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ച് തന്ന ദൈവപുത്രനുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ബൈ ഫെയ്ത്ത് വി ആർ ലിവിങ്. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ, ഫെയ്ത്ത് ലിവിങ് എന്ന് പറഞ്ഞാൽ ഫെയ്ത്തിനാൽ പണം വരുന്നതല്ല, ഫെയ്ത്തിനാൽ ക്രിസ്തു വരുന്നു എന്നാണ്, അവന്റെ ജീവൻ വരുന്നതാണ്. ദാറ്റ്സ് ഫെയ്ത്ത്. ഈ ഒരു വിശ്വാസമാണ് നമ്മൾ 2 പത്രോസിലോട്ട് കയറിയത് പോലും ഇല്ല. പക്ഷെ ഈ ഒരു വിശ്വാസത്തെയാണ് നമ്മൾ അപ്പോസ്തോലിക വിശ്വാസം എന്ന് പറയുന്നത്. ഇനി കാണാത്ത കാര്യങ്ങൾ നമ്മൾ ക്രിസ്തുവിനെ മരിക്കുക മാത്രമല്ല ചെയ്തത്, അവരുടെ പുനരുത്ഥാനം ചെയ്ത് സ്വർഗത്തിൽ ഇരിക്കുകയും കൂടെയാണ്. വിശ്വാസത്തിൽ, കാഴ്ചയിലല്ല. അത് എഫേസ്യർ 2:6 പറയുന്നു, തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ദൈവം നമ്മെ അവനോടുകൂടെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു, അവനിൽ ഇരുത്തിയിരിക്കുന്നു, ഇൻ ക്രൈസ്റ്റ്. അപ്പൊ നമ്മളിപ്പോ എവിടെ ഇരിക്കുന്നത്? വിശ്വാസം നോക്കിയ സ്വർഗത്തിലാണ്, കാഴ്ചയെ നോക്കിയാൽ ഇവിടെയാണ്. തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിലെ കാണിക്കുള്ളൂ, ഇപ്പൊ കാണിക്കില്ല. ഇപ്പൊ നമ്മളത് ഫെയ്ത്തിൽ അനുഭവിക്കണം. നമ്മൾ ഈ നാട്ടുകാരല്ല എന്നുള്ളത്. മരിച്ചു എന്നുള്ളതിന്റെ തെളിവ് എന്താ? ആൾക്കാരെ കുത്തി നോക്കും. ഉയർത്തെഴുന്നേറ്റുന്നുള്ളതിന്റെ തെളിവ് എന്താ? അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. കൊളോസി ലേഖനം 2-ാം അധ്യായത്തിന്റെ
അല്ല, 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. നാം ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ, ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരങ്ങളിലുള്ളത് അന്വേഷിക്കും. അപ്പൊ നമ്മൾ അവന്റെ കൂടെ ഉയർത്തെഴുന്നേറ്റുന്ന തെളിവ് എന്താ? നമ്മുടെ വീട് അവിടെയാണെന്ന് നമുക്കറിയാം. അത് നമ്മുടെ ഉള്ളിൽ അറിയാം നമുക്ക്. ഞാൻ ചെറിയ എക്സാമ്പിളിന്റെ പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. 2-3 വർഷം മുമ്പ് ഞാനൊരു ഒരു സാറിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയി. സുഖമില്ലായിരിക്കുക. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, ചേച്ചിന് വീടൊക്കെ ആയോ? ഞാൻ പറഞ്ഞു, ആയി. പറഞ്ഞു, വീട് വേണ്ട, ഇങ്ങനെ സുശേഷ വേലയ്ക്ക് പോവാണ്, ഒരു സ്ഥലത്തും താമസിക്കുന്നില്ല, സമ്പാദിക്കുന്നില്ല എന്നൊക്കെ 2 വർഷം മുമ്പ് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് വീടുണ്ടായിരുന്നല്ലോ. പറഞ്ഞു, വീട് ഇല്ല, വേണ്ടെന്നല്ല എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞാലല്ലോ വീട് എനിക്കുണ്ടായിരുന്നു. പുള്ളിക്ക് ദേഷ്യം വരുന്നുണ്ട് ഒക്കെ. അപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞു, ദേഷ്യം വരുന്നുണ്ടെന്ന് മനസ്സിലായപ്പോ ഞാൻ വിചാരിച്ചു നീ പ്രൊവോക്ക് ചെയ്യണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മളെല്ലാം കർത്താവ് വിളിച്ചപ്പോ തന്നെ നമുക്ക് സ്വർഗത്തിലൊരു വീടൊക്കെ ഒരുക്കി വെച്ചിട്ടല്ലേ സാറേ വിളിച്ചത്. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിക്കുക, ഓ, ആ വീടാണ്. അദ്ദേഹം ഒരുപക്ഷെ ഞാൻ അങ്ങനെ അതൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ, ഓ ഇതാണോ വലിയ കാര്യമെന്നാണോ എനിക്ക് ഉദ്ദേശിച്ചത് ഞാൻ ആശ്വസിക്കുന്നു. പക്ഷെ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ലോൺ എടുത്തും കഷ്ടപ്പെട്ടും ഒരു വീടൊക്കെ പണിതിട്ട് ആ വീട്ടിൽ ആദ്യത്തെ ചായ ഒക്കെ ഇട്ട് ഫ്രണ്ടിലെ സോഫയിൽ സ്വന്തം കൈകൊണ്ട് വേർപ്പിന്റെ അധ്വാനിച്ചുണ്ടാക്കിയ സോഫയിൽ ഇരുന്ന് സ്തോത്രമൊക്കെ ചെയ്തിട്ട് ചായ കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സുഖം, ആ ഒരു രസം, ആ ഒരു സന്തോഷം, കർത്താവ് നമുക്ക് സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കിയിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ തോന്നുന്നുണ്ടോ സഹോദരൻ? തോന്നുന്നില്ലെങ്കിൽ യു ആർ ഇൻ ട്രബിൾ. ഇവിടെ വീടുണ്ടാകുന്നതല്ല കുഴപ്പം. അവിടുത്തെ വീട് നമുക്ക് ഇവിടത്തെക്കാളും വലിയ ആനന്ദമാകുന്നില്ല എന്നുള്ളതാണ് കുഴപ്പം. അത് റിയലി സ്പിരിച്വൽ സിക്നസ് തന്നെയാണ്. പ്രത്യാശ കൈവിടപ്പെട്ടു പോകുന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, അന്ത്യകാലത്ത് ദൈവത്തിന്റെ സഭയോട് ദൈവത്തിന്റെ ആത്മാവ് മുന്നറിയിപ്പ് തരുന്നു. മനുഷ്യപുത്രൻ വരുമ്പോൾ ഉപജീവന ചിന്തകളിൽ കുരുങ്ങി നാളെ എന്ത് കഴിക്കും, നാളെ തുടുക്കുമെന്നുള്ള പ്രവചനങ്ങളും ശുശ്രൂഷകളുമായിട്ട് ശരിയായ വിശ്വാസം കണ്ടെത്താൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്കാണ് മനുഷ്യപുത്രൻ വരാൻ പോകുന്നത്. ഇന്ന് നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന്റെ ആത്മാവ് പറയണം, കർത്താവെ, നിന്റെ വരവ് നോക്കി ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഞങ്ങൾ ഈ ലോകത്തിൽ ഒന്നും പലതും പിടിച്ചിട്ടുണ്ട്, പക്ഷെ അതിനെല്ലാം കർത്താവിന്റെ നാമത്തിൽ വിട്ടുകളയും. നിന്റെ തേജസ് അല്ലാതെ ഒന്നിലും പ്രശംസിക്കാൻ, നിന്റെ ക്രൂശിലല്ലാതെ ഒന്നിനും പ്രശംസിക്കാൻ, എന്തിനെങ്കിലും ഒന്നിന് വാല്യൂ കൊടുക്കാൻ എന്നെ അനുവദിക്കരുത്. എന്റെ ജീവിതത്തിൽ എന്തെല്ലാമാണ് വേണ്ടതെന്നൊക്കെ നിനക്കറിയാം. അതെല്ലാം ചോദിക്കാതെ തന്നെ തരാൻ നിനക്ക് പറ്റുന്നുണ്ട്, തന്നിട്ടുമുണ്ട്. കർത്താവെ, ഞാൻ ഒന്ന് മാത്രം ചോദിക്കുന്നു, നിന്റെ ആത്മാവിന്റെ നിറവിൽ ക്രിസ്തുവിന്റെ തേജസ്സിന്റെ ഞെരക്കം അനുഭവിക്കുവാൻ എന്നെ സഹായിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ